ഹലോ, എല്ലാവർക്കും പറയുന്നത് ഓഡിബിൾ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ ആരെങ്കിലൊക്കെ? ഹലോ, ക്ലിയർ അല്ലേ പറയുന്നതൊക്കെ? വോയിസ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു ശ്രുതി. ഒരു സെക്കൻഡ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഏറ്റവും ഫെമിലിയർ ആയിട്ടൊരു ടോപ്പിക്കാണ്. ആർക്കും ഫെമിലിയർ ഇൻ ദ സെൻസ് നിങ്ങൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സ്, അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം എന്താണ്, ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് എലക്ഷൻസിനെ കുറിച്ചാണ്. ഒരു സെക്കൻഡ്. ഓക്കെ, എലക്ഷൻസിനെ കുറിച്ചാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ബേസിക്കലി എന്റെ ലാപ്പിന് എന്തോ ഒരു ഇഷ്യൂ വന്നു. അത് കാരണം കൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്റെ സോഫ്റ്റ്വെയർ എന്തോ വർക്ക് ചെയ്യുന്നില്ല, വിൻഡോസ്. അത് കാരണം കൊണ്ട് ഞാൻ ഫോണിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ എടുത്തോളൂ. അതല്ലെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ആവത്തില്ല. ഓക്കെ, പിന്നെ ക്ലാസ് പരമാവധി ഒന്ന് റെസ്പോണ്ട് ചെയ്തോളെ. കാരണം നമ്മൾ അത്രയും ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ പോലെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എലക്ഷൻസ്, നിങ്ങളിപ്പോ ഏറ്റവും റീസെന്റ് ആയിട്ട് എലക്ഷൻസിനെ കുറിച്ച് കേട്ടത് എപ്പോഴാണ്? ഹലോ, ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് എല്ലാവരും ഈ അടുത്ത തന്നെ എലക്ഷൻസിനെ കുറിച്ച് കേട്ടില്ലേ? അത് എന്ത് എലക്ഷൻ ആയിരുന്നു? ഡിസംബർ മാസം നമ്മുടെ ഇവിടെ ഇലക്ഷൻ നടന്നു അല്ലെ? നമ്മൾ നോർമലി എല്ലാവരും ഇരിഞ്ഞാലക്കുട ഭാഗത്താണ്. സോ ഇരിഞ്ഞാലക്കുട അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത്. അപ്പോൾ ഇരിഞ്ഞാലക്കുട അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല മുതൽ അങ്ങോട്ട് മുകളിലേക്കെല്ലാം ഡിസംബർ 11 ഒരു ഇലക്ഷൻ നടന്നു. യെസ്, പഞ്ചായത്ത് ഇലക്ഷൻ, അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ, അതല്ലെങ്കിൽ കോർപ്പറേഷൻ ഇലക്ഷൻ, അങ്ങനെയൊക്കെ പറയാവുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻസ് നടന്നു. പക്ഷെ ഇപ്പോ ആ ഇലക്ഷൻസിന്റെ വാർത്തക്ക് കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ന്യൂസിൽ വരുന്നതൊക്കെ വേറൊരു ഇലക്ഷനെ കുറിച്ചാണ്. അതായത് റീസെന്റ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന വേറൊരു ഇലക്ഷനെ കുറിച്ച്. അതെന്ത് ഇലക്ഷനാണ്? യെസ്, നിയമസഭാ ഇലക്ഷൻ, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിലേക്കുള്ള ഇലക്ഷൻ. അതുപോലെ കഴിഞ്ഞ കൊല്ലം 2024 ഒരു വലിയ ഇലക്ഷൻ ഇന്ത്യയിൽ നടന്നു. അത് എന്തിലേക്കുള്ള ഇലക്ഷൻ ആയിരുന്നു? നമ്മള് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് കുറെ പേര് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരു ഇലക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇലക്ഷൻ ഒക്കെ ആയിരുന്നു 2024 നടന്നുകൊണ്ടിരുന്നത്. ഭയങ്കര നാഷണൽ വൈഡ് ക്യാമ്പയിൻ ഒക്കെ ആയിട്ട്. യെസ്, ലോകസഭ ഇലക്ഷൻ, അതല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷൻ. അങ്ങനെ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇലക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് വർക്ക്ഔട്ട് ആവുന്നുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ തുടങ്ങി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഇലക്ഷൻസ് ഉണ്ട്, പാർലമെന്റ് ഇലക്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഓരോരുത്തരും ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണല്ലേ? ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻസിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുവിധം നമ്മൾ കാൻഡിഡേറ്റ്സ് വരുന്ന ആളുകൾ നമുക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിരിക്കും. എം എൽ എക്ക് വരുമ്പോൾ അത് കുറച്ച് ഫെമിലിയാരിറ്റി കുറയും. എം പിയിലേക്ക് വരുമ്പോൾ അത് കുറേയും കൂടി ഫെമിലിയാരിറ്റി ഇങ്ങനെ കുറഞ്ഞൊക്കെ വരും. അതായത് ഓരോന്നിന്റെയും പർപ്പസ് എന്താണ്, വേറെ വേറെയാണ്. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകത എന്താ? ഒരു എലക്ഷൻ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വേൾഡിനകത്ത്? ഡെമോക്രാറ്റിക്, ഓക്കെ. അതിനാൽ നമ്മൾ എന്താ പറയാറ്? നമ്മൾ ഇന്ത്യനെ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ഒരു വേർഡും കൂടി യൂസ് ചെയ്ത് പറയാറില്ല. എന്താ പറയാറ്? ദ ലാർജസ്റ്റ്
ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. അത് നമ്മൾ വെറുതെ നേടിയെടുത്ത അധികാരമൊന്നുമല്ല. അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ നേടിയെടുത്ത അധികാരമാണെന്ത്, ഈ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞൊരു റെക്കഗ്നൈസേഷൻ. അതെന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്ത് തങ്ങളുടെ ഭരണാധികാരികളെ, അല്ലെങ്കിൽ ഹൂ വിൽ റൂൾ us എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള അധികാരം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇത്, ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നമ്മൾ കാണുന്ന പോലെ ജസ്റ്റ് ഒരു ഒരൊറ്റ വേർഡിനകത്ത് നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റുന്നല്ല. ഒരുപാട് വലിയൊരു പ്രൊസീജിയർ ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്ത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വീണ്ടും ഇലക്ഷൻ കമ്മീഷനൊക്കെ ന്യൂസിനകത്ത് വരുന്ന ഒരു അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്തായിരുന്നു? നിങ്ങൾ പേപ്പറൊക്കെ വായിക്കുന്നല്ലേ? ഇലക്ഷൻ കമ്മീഷനൊക്കെ ഭയങ്കരമായിട്ട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലൊക്കെയും വോട്ട് ചോരി ഉണ്ട്. അതല്ലാതെ വോട്ട് ചോരി എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു അലിഗേഷൻ ആണ്. ജസ്റ്റ് അലിഗേഷൻ ഇൻ ദ സെൻസ് അത് പ്രൂവ്ഡ് അല്ല ഒന്നും. പക്ഷേ അതല്ലാതെ വേറൊരു കാര്യത്തിനകത്ത് SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. യെസ്, എന്ത് സംഭവം? അതായത് ഇലക്ടർ റോളുകൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ന് നോൺ എലിജിബിൾ ആയ ആളുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, SIR എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോ അതിന്റെ പേരിൽ, അതായത് ബീഹാറിലെ ഇലക്ഷന് മുൻപായിട്ട് കണ്ടക്ട് ചെയ്യപ്പെട്ടു. പിന്നെ ഇപ്പൊ കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാള്, അങ്ങനെ ഒരുപാട് UP, അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുന്ന, ഏകദേശം 12ഓളം സംസ്ഥാനങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ് എന്ത്, SIR എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തുണ്ട്, ഒരുപാട് പ്രൊസീജിയർ നടക്കുന്നുണ്ട്. അപ്പോ ഈ എലക്ഷൻ എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ്, അതായത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ നടക്കുന്നത്, അതിന്റെ ഒരു ഹിസ്റ്ററി എന്താണ്, അതുപോലെ തന്നെ അതിന്റെ കണ്ടക്ട് എങ്ങനെയാണ്, അതിന്റെ ഒരു പ്രോസസ്സ്, നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഫോമിലേക്ക് അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. പിന്നെ നമ്മുടെ ഈ കുറെ പാർട്ടികളുടെ പേര് നമ്മൾ കേൾക്കും. അതായത് നാഷണൽ ലെവലിലുള്ള ഒരുപാട് പാർട്ടികൾ, വലിയ വലിയ പാർട്ടികളെ കുറിച്ച് കേൾക്കും. പിന്നെ ചെറിയ ചെറിയ ലോക്കൽ പാർട്ടികൾ, നമ്മൾ പേര് പോലും കേൾക്കാത്ത കുറെ പാർട്ടികളെ കുറിച്ച് കേൾക്കും. അങ്ങനെ ഒരുപാട് പാർട്ടികൾ. അപ്പം പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെയാണ് വരുന്നത്, അവരാരാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പേരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എങ്ങനെയാണ് വരുന്നത്, അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പരമാവധി റെസ്പോണ്ട് ചെയ്തോളൂ. ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. PDF ഓൺ ആക്കി ചെയ്തിട്ട്. സ്ക്രീൻ കാണുന്നില്ലല്ലോ? ഫീച്ചർ ഈസ് നോട്ട് അവൈലബിൾ. ഒരു സെക്കൻഡ്. Recording in progress. Recording in progress. Recording in progress.
ഒരു സെക്കൻഡ്, സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഈ ഫോണിൽ നിന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വേറൊരു ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ആ ഫോണിൽ പക്ഷെ അഡ്മിൻ ആക്കാം, അല്ല ഹോസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അതുവരേക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് പറയാം. ഓക്കെ. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ബേസിക്കലി, ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യാട്ടോ, ഒരു സെക്കൻഡ്. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ബേസിക്കലി എവിടെയാണ്, അതായത് ലോകത്ത് ആദ്യമായിട്ട് എവിടെയാണ് ഈ എലക്ഷൻ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നുള്ളതിനാണ്. എവിടെയായിരിക്കും? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലോകത്ത് ആദ്യമായിട്ട് എലക്ഷൻസ്, അതായത് നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്നത് എന്താണ്? രാജഭരണങ്ങളെ കുറിച്ച് കേൾക്കുന്നത്. അതായത് ഒരു രാജാവ് ഉണ്ടായിരിക്കും, ആ രാജാവിന്റെ ആജ്ഞയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ആ രാജാവിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, പുള്ളി ജനങ്ങൾ പെരുമാറുന്നത്. അങ്ങനെ ഒരു ഭരണകൂടത്തിനെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറ്. അതിന് വിരുദ്ധമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് ഇലക്ഷൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എവിടെയാണെന്ന് അറിയോ? ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് ആരെങ്കിലും? അതായത് ലോകത്ത് ആദ്യമായിട്ട് ഏത് രാജ്യത്ത് അല്ലെങ്കിൽ എവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം കേട്ടേക്കുന്നത്? സോറി, എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ഫോണിൽ ആ ഫീച്ചർ എന്തോ ഒരു ഓഫ് ആയിട്ട് കിടക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫോണിൽ ഇങ്ങനെ കയറുന്നത്. അത് കാരണം സ്ക്രീൻ ഷെയർ ചെയ്യാതെ എടുക്കാം. ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്തോളെ. സോറി. ഓക്കെ, ലോകത്ത് ആദ്യമായിട്ട് ഈ എലക്ഷൻ എന്ന് പറയുന്ന പരിപാടി ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ഏതൻസിനകത്താണ്. ആൻഷ്യന്റ് ഏതൻസിനകത്ത്. അന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഫോമാറ്റ് ഒന്നല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ഒരു ക്വിസ് പോലെ ചോദിക്കും. അപ്പൊ അതിനകത്ത് ഏറ്റവും ആദ്യം ചാറ്റ് ബോക്സിനകത്ത് ഉത്തരം പറയുന്നവർക്കാട്ടോ മീൻസ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ ഓക്കെ, അപ്പോ ലോകത്തെ ഏറ്റവും ആദ്യമായിട്ട് ഏതൻസ്, ഏതൻസിനകത്താണ് എന്ത് ചെയ്യുന്നത്, എലക്ഷൻ എന്ന് പറയുന്ന പരിപാടി ആദ്യമായിട്ട് വരുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഫോമാറ്റിനകത്ത് എല്ലാവർക്കും എലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ലെന്ന്. പക്ഷെ കുറച്ച് പേര് വന്നു ചേർന്നിട്ട് കൂടിച്ചേർന്നിരുന്നിട്ട് തങ്ങളെ ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അവർ ഒരുമിച്ച് ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വരുന്നത് ഏതൻസിനകത്താണ്. പിന്നീട് വീണ്ടും ഈ ഭരണം എന്ന് പറയുന്നത് രാജ്യഭരണത്തിന്റെ കീഴിലൊക്കെ പോകുന്നുണ്ടെങ്കിലും അപ്പോ എലക്ഷൻ അല്ലെങ്കിൽ ഈ ഡെമോക്രസിയുടെ ഒരു ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏതൻസ് ആണ്. പിന്നെ 1112കളിൽ അല്ലെങ്കിൽ ഒരു 12ാം നൂറ്റാണ്ടിന്റെ സമയമൊക്കെ ആയപ്പോഴേക്കും ഇംഗ്ലണ്ടിൽ മേഘ്ന കാട്ട എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. അതായത് രാജാവിനെ പോലും നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് എന്ത്? മേഘ്ന കാട്ട. മദർ ഓഫ് ഓൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് എന്ത്? മേഘ്ന കാട്ട എന്ന് പറയുന്നത്. അപ്പൊ അത് വരുന്ന 12ാം നൂറ്റാണ്ടിനകത്താണ്. അതായത് രാജാവ് പോലും നിയമത്തിന്റെ കീഴിലാണ്. അതുവരേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് പറയുന്നതാണ് നിയമം. നമ്മുടെ രാജഭരണ കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് എന്ത് പറയുന്നു അതാണ് എന്ത് വരുന്നത്, നിയമമായിട്ട് വരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് രാജഭരണത്തിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരാണ്. അതായത് ആളുകൾക്കും അധികാരമുണ്ട്, ആളുകൾക്കും രാജാവ് പറയുന്നതിന് മേലെ പറയാനുള്ള അധികാരം ഉണ്ട് എന്നൊക്കെ രീതിയിൽ തെളിയിച്ച് കൊണ്ടുവരുന്നത് 12ാം നൂറ്റാണ്ടിലെ മേഘനക്കാലത്തെയാണ്. നമ്മൾ ഇന്ത്യയിലേക്കൊക്കെ വരാണെങ്കിൽ ചില രാജാക്കന്മാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ക്രൂവലാണ്, അല്ലെങ്കിൽ അവരെന്താണോ പറയുന്നത് അതുപോലെ ആയിരിക്കും നിയമം. അവർ ചിലപ്പോ ഇന്ന് ഇങ്ങനെ ഒരു കാര്യം പറയും. നമ്മൾ പണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ബാലരമയിലൊക്കെ കഥകൾ വായിക്കുമ്പോൾ ചില രാജാക്കന്മാരുടെ ക്രൂവൽ ബിഹേവിയേഴ്സിനെ കുറിച്ച് പറയും. അവര് ചിലവരെ ഒന്നും കാണില്ല, ചിലപ്പോ ചിരിച്ചതിന് അല്ലെങ്കിൽ വേണ്ട. നമ്മള് ഇപ്പൊ നമ്മുടെ ഉത്തര കൊറിയ, ഉത്തര കൊറിയയിൽ ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ പേരെന്താ? നോർത്ത് കൊറിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ പേരെന്താ?
കിങ് ജോങ് ഉൻ. ആളെ കുറിച്ചൊക്കെ നമ്മൾ ഇടയ്ക്ക് ഫീച്ചേഴ്സ് വായിക്കാറില്ലേ? അതായത് അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ഒരു മന്ത്രി അറിയാതെ ഉറങ്ങിപ്പോയി. അതിന് അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ വധശിക്ഷയാണ്. അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്തവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. അങ്ങനെ അതായത് ചില ഭരണാധികാരികൾ ഭരിക്കുന്ന സമയത്ത് അവർ എന്ത് പറയുന്നു അതായിരിക്കും എന്ത് നിയമം എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് എന്തുണ്ടാവാറുണ്ട്, ഈ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈവൻ പ്രസന്റ് ഡേയിൽ പോലും നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ചില ഭരണാധികാരികളൊക്കെയും അത്രയും ക്രൂവലായിട്ട് തങ്ങളുടെ പ്രജകളോടൊക്കെ പെരുമാറുന്നുണ്ട്. അതായത് ഭരണാധികാരികളുടെ ഏകാധിപത്യം നിലനിൽക്കുന്ന സമയങ്ങളാണ് എന്ത് ഒരുവിധം രാജഭരണ കാലങ്ങൾ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ രാജാക്കന്മാരെ പോലും എന്തിന്റെ കീഴിലേക്ക്, നിയമങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരാനായിട്ട് ആദ്യമായിട്ട് പരിശ്രമിക്കുന്നത് ഈ മേഘന കാട്ട എന്ന് പറയുന്ന സംഭവത്തിലൂടെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ട്, അതായത് 19th സെഞ്ചുറി തുടങ്ങിയിട്ടാണ് എന്ത് ഈ ഡെമോക്രസി എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ എലക്ഷൻ എന്ന് പറയുന്ന വേർഡൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ട് വരുന്നത് 19th സെഞ്ചുറിയിലാണ്. ആദ്യമായിട്ട് ലോകത്ത് ഒരു ഡെമോക്രാറ്റിക് രാജ്യം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ന്യൂസിലാൻഡിനകത്താണ് 1800 അല്ലെങ്കിൽ ഒരു 19th സെഞ്ചുറികളുടെ ലാസ്റ്റിനകത്തായിട്ട്. ഒരു അഡൽട്ട് സഫറേജ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ ഒരു ഡെമോക്രാറ്റിക് രാജ്യം വരുന്നത് 1890 അല്ലെങ്കിൽ 19th സെഞ്ചുറിയുടെ ലാസ്റ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ലോകത്തിൽ ഡെമോക്രസിയുടെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഒരു ഗ്രോത്ത് എങ്ങനെയാന്നുള്ള കാര്യമാണ്. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ഏതൻസിലൊക്കെ കുറച്ച് പേര് കൂടിച്ചേർന്ന് എന്തുണ്ടായിരുന്നു, ഒരു ഡെമോക്രസി പോലെയുള്ള ഒരു സംഭവം, ഡെമോക്രസി എന്ന് പറയാൻ പറ്റില്ല, വളരെ കുറച്ച് പേര് കൂടിച്ചേർന്ന് ഞങ്ങളെ ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നു. പിന്നെ വീണ്ടും ഭയങ്കര ക്രൂരമായ രാജഭരണങ്ങൾ തന്നെ കൂടുതൽ കണ്ടു ചെയ്തു. പിന്നെ അതിന്റെ ഇടയിൽ വേറെ ചില ഭരണങ്ങളുണ്ട്, നമ്മൾ തിയോക്രസി എന്ന് പറയും. അതായത് തിയോളജി എന്ന് പറഞ്ഞ ദൈവശാസ്ത്രം. അതായത് ഇപ്പോഴും ചില രാജ്യങ്ങൾ ഭരിക്കുന്നത് എന്താണ്, അവരുടെ മതപരമായ നേതാക്കന്മാർ ഭരിക്കുന്ന കുറെ രാജ്യങ്ങളുണ്ട്. അങ്ങനെ ഭരിക്കുന്ന രാജ്യങ്ങളാണ് തിയോക്രസി എന്ന് പറയുന്നത്. പിന്നെ ചില രാജ്യങ്ങൾ നമ്മൾ ടെക്നോക്രസി എന്നൊക്കെ പറയും. അതായത് ടെക്നോളജിക്കലി ഭയങ്കര സൗണ്ടായ ആളുകൾ ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള രാജ്യം ടെക്കോക്രസി എന്നൊക്കെ പറയും. അതായത് ആര് ഭരിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത്. മോണോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജാവ് ഭരിക്കുന്നതിനെ. ഡെമോക്രസി, ഡെമോ എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഡെമോക്രസിക്ക് എന്ത് വരുന്നത്, ആളുകൾ ഭരിക്കുന്ന രാജ്യം. അതുകൊണ്ടാണ് ഡെമോക്രസി എന്നുള്ള പേര് വരുന്നത്. അപ്പൊ ആര് ഭരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ കുറെ പേരുകൾ വരുന്നുണ്ട്. അതിനകത്താണ് എന്ത് വരുന്നത്, ഡെമോക്രസി വരുന്നത്. അതൊക്കെ ഏകദേശം പോപ്പുലർ ആകുന്നത് ഒരു 19th സെഞ്ചുറികളോട് കൂടിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഡെമോക്രസി, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാകുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാകുന്നത്? ആർക്കെങ്കിലും അറിയോ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്നായിരിക്കും ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ടുണ്ടാവുക? നമുക്ക് എന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യാൻ അധികാരം കിട്ടിയിട്ടുണ്ടാവുന്നത്? എന്തായിരിക്കും? യെസ്, 1950 ജനുവരി 26. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഡേറ്റ് 1915 ജാനുവരി 26? റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ വേർഡ് അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ എന്തുകൊണ്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താ? ലാസ്റ്റ് ഇയർ നമ്മൾ 75th കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്ട്. യെസ്. അപ്പോ ഇന്ത്യയിൽ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസമാണ് എന്ത്, 1950 ജാനുവരി 26. ഈ ദിവസമാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് മാറുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം വരുന്നത്, അഡൽട്ടായിട്ട് എല്ലാ ജനങ്ങൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമൊക്കെ വരുന്നത് ഇതിലൂടെയാണ്. അപ്പോ ഇന്ത്യയുടെ ഡെമോക്രസിയിലേക്കുള്ള ഒരു ഗ്രോത്ത് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൻസിന്റെ കാര്യം പറഞ്ഞ പോലെ ഇന്ത്യയിലും ഏകദേശം ഈ പറയുന്ന ടൈം പീരീഡിനകത്ത്, അതായത് നമ്മൾ ബുദ്ധനെ കുറിച്ചൊക്കെ പഠിക്കുവാണെങ്കിൽ ആ ഒരു ടൈമിനകത്ത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, കുറച്ച് മഹാജനപദാസ് എന്ന് പറഞ്ഞൊരു ഐഡിയ പഠിച്ചിട്ടുണ്ട് ആരെങ്കിലും? ബുദ്ധിസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആൻഷ്യന്റ് ഹിസ്റ്ററി പഠിച്ചപ്പോൾ മഹാജനപദാസിനെ കുറിച്ച് പഠിച്ചോ? ആൻഷ്യന്റ് ഹിസ്റ്ററി. യെസ്. ഈ മഹാജനപദാസിന്റെ സമയത്ത് നമ്മൾ ഒരു 16 മഹാജനപദാസിന്റെ പേര് പറയും. അതിൽ 2 മഹാജനപദാസ് ഉണ്ടായിരുന്നു, വാജി എന്ന് പറഞ്ഞിട്ടും മല്ല എന്ന് പറഞ്ഞിട്ടും. ഈ മഹാജനപദാസിന്റെ കാര്യത്തിനകത്ത് ബാക്കി 44 എണ്ണത്തിനകത്തും ഏകാധിപതികൾ അല്ലെങ്കിൽ മൊണോക്രസി ഭരിക്കും, രാജ്യഭരണം നിലനിൽക്കുന്ന സമയത്ത്
ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ പഠിച്ചത് ജനസംഘാസ് എന്ന് പറഞ്ഞൊരു പേരാണ് ആനന്ദ് ചെയ്യുന്നത്. ഈ രണ്ടെണ്ണത്തിൽ നിലനിന്നിരുന്നത്. ജനസംഘാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരാൾ ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത്, ഒരു ടീമായിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അവര് ഒരുമിച്ച് ചേർന്ന്, ആ ഒരു ടീം ഒരുമിച്ച് ചേർന്ന് ഒരു ഡിസിഷൻ എടുക്കും. ആ ഡിസിഷനാണ് എന്ത് ചെയ്യാറ് അവിടെ നിലനിൽക്കാറ്. അങ്ങനെ ഒരു നമ്മൾ എന്താ പറയാ, ഡെമോക്രസി എന്നല്ല, പക്ഷെ ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ്, അതായത് അത്രയും ആ ഒരു ജനസംഖ്യയിലുള്ള കുറച്ച് പേരുടെ ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് നമ്മുടെ നാട്ടിലും, അതായത് ഇന്ത്യയിലും ആദ്യകാലം തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ ഈ ജനാധിപത്യത്തിന്റെ ഫോംസ് ആദ്യകാലം തൊട്ടേ ഉണ്ടായിട്ടുണ്ട്. മഹാജനപദാസിനകത്ത് വാജി മല്ല, ഈ രണ്ട് മഹാജനപദാസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ചെറിയ രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ്, നമ്മുടെ ഇപ്പോഴത്തെ വലിയ ഡെമോക്രസി പോലെ എല്ലാവർക്കും അധികാരമുള്ളതല്ല, എന്നാലും വളരെ കുറച്ച് ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെമോക്രസി ഒരു ചെറിയ ഗവർണൻസ് അന്ന് നിലനിന്നുണ്ട്. അപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇങ്ങനത്തെ പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ ജനസംഘാസം ഉള്ള സ്ഥലത്തു നിന്നാണ് നമ്മുടെ ബുദ്ധൻ ജനിച്ചതായാലും, അതുപോലെ തന്നെ ആ സമയത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ജൈനിസത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രൊപ്പഗേറ്റർ ആയിട്ടുള്ള വർത്തമാന മഹാവീര് ജനിച്ചതായാലും, ഇതുപോലെയുള്ള എന്താണ് ജനസംഘാസം നിലനിന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് അവിടെയൊക്കെ എന്തുണ്ട്, ആളുകൾക്ക് സംസാരിക്കാനായിട്ട് രാജാവിനെതിരെ അല്ലെങ്കിൽ അധികാരത്തിനെതിരെ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബുദ്ധനും വർത്തമാന മഹാവീരും പോലെയുള്ള ആളുകളൊക്കെ ഈ ജനസംഘമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനിച്ചു വീണതെന്ന് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. അതായത് ബാക്കി 14 മഹാജനപദാസ് ഉണ്ടായാലും അവിടെ നിന്നും എന്ത് ചെയ്യില്ല, ഇതുപോലുള്ള ആളുകൾ പൊന്തി വന്നിട്ടില്ല. പക്ഷെ ബുദ്ധനും തീർത്ഥങ്കരനൊക്കെ വരുന്നത് എവിടെന്നാ, ഈ ജനസംഘാസം, അതായത് ജനസംഘാസത്തിനകത്ത് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ പറയപ്പെടുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചെറിയ ഫോമിനകത്തൊരു ഡെമോക്രസി അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ്, ജനസംഘാസം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലും ഈ പറയുന്ന 6-ാം നൂറ്റാണ്ട്, ഒരു 6th സെഞ്ചുറി BC-യിലൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് വരാണെങ്കിൽ നമ്മൾ ചോള സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കില്ലേ, ചോള എംപയർ കേട്ടുള്ളത് നിങ്ങൾ? എവിടെ ചോള എംപയർ വരുന്നത്? ചോള എംപയർ ഭരിക്കുന്ന ഇന്ത്യയിലെ ഏത് ഭാഗം? സൗത്ത് ഇന്ത്യ. ശരിക്കും പറഞ്ഞ സൗത്ത് ഇന്ത്യയിൽ ഏത് ടൈം പീരീഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 900 AD തുടങ്ങിയിട്ട് ഒരു 1200 AD വരേക്കും ഭരിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടൊരു കിങ്ഡം ആണ് എന്ത്, ചോള കിങ്ഡം എന്ന് പറയുന്നത്. ഈ ഒരു ടൈം പീരീഡിനകത്ത് ഇന്ത്യ ഭരിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള കിങ്ഡം. ഇന്ത്യ എന്ന് മാത്രമല്ല, അവർ ഏകദേശം ശ്രീലങ്ക ഭരിച്ചിട്ടുണ്ട്, അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങളൊക്കെ ഭരിച്ച് ഏകദേശം ചൈന വരേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവര് ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ കീഴടക്കി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സിംഗപ്പൂർ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് തമിഴ് സിനിമകളൊക്കെ നമ്മൾ ഈ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ പോലും സിംഗപ്പൂര് അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ട്രേഡ് ചെയ്യുക, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കിങ്ഡം ആയിരുന്നത് ചോള കിങ്ഡം. ഈ ചോള കിങ്ഡത്തിന്റെ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തതിന് സമാനമായിട്ടല്ലെങ്കിലും അതിന്റെ ചെറിയൊരു ഫോമിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റ് പോലുള്ള ഒരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സൂചന കിട്ടുന്ന ഒരു ഇൻസ്ക്രിപ്ഷനുകളിൽ നിന്നാണ്. എന്താണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ എവിടെയാണ് കേട്ടേക്കുന്നത്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ വേർഡ്? എന്താണ്, ശാസനങ്ങളാണോ? ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് കേൾക്കുന്ന അശോകനെ കുറിച്ചാണ്. അശോകന്റെ റോക്ക് പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ റോക്ക് ഇൻസ്ക്രിപ്ഷൻസ്, മൈനർ എഡിക്സ്, ബില്ലർ എഡിക്സ് എന്നൊക്കെ പറയും. അതായത് രാജാക്കന്മാർക്ക് അവരുടെ പ്രജകളോട് പറയാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നതിനാണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. വെറുതെ ഓക്കെ, വെറുതെ എഴുതി വെക്കുക എല്ലാവരും ചെയ്യുന്നത്, കല്ലുകളിലൊക്കെ എഴുതി വെക്കും. എന്തുകൊണ്ട് ഈ കല്ലിലൊക്കെ എഴുതി വെക്കണെന്ന് പറഞ്ഞാൽ കല്ലുകൾ അത്ര പെട്ടെന്ന് എന്ത് ചെയ്യില്ല, മാഞ്ഞു പോകില്ല. പേപ്പറുകളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചീത്തയാക്കും. ഹലോ, ആരുടെ ഓഡിയോ ഓൺ ആയിട്ടുണ്ടല്ലോ? ഓക്കെ. അപ്പോ ഈ പില്ലറുകൾ, കല്ലുകളിലൊക്കെ എഴുതി വെക്കും. അപ്പൊ ഇത്രയും കാലങ്ങൾ എന്ത് ചെയ്യും, അത് എക്സിസ്റ്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് കല്ലുകളിലൊക്കെ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് പോലെ എഴുതി വെക്കുന്നത്. അപ്പൊ രാജാക്കന്മാർക്ക് അവരുടെ
നാട്ടിലുള്ള അല്ലെങ്കിൽ അവരുടെ പ്രജകളോട് പറയാനുള്ള കാര്യങ്ങൾ ഇൻസ്ക്രിപ്റ്റ് ചെയ്ത് എഴുതി വെക്കുന്ന കൊത്തി വെക്കുന്ന സംഭവങ്ങളെ നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ചോള സമയത്ത് എഴുതി വെച്ചിരുന്ന ഉത്തരമേരൂർ എന്ന് പറഞ്ഞൊരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. അതിനകത്ത് എന്ത് പറയുന്നുണ്ട്, അവിടുത്തെ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നു, ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ പ്രാദേശിക ഭരണം. അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു കുടവോളി സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. അതായത് ആ നാട്ടില് ഒരു 35-നും 70-നും ഇടയിൽ പ്രായമുള്ള ആളുകളിൽ കുറച്ച് സ്ഥലമുള്ളവര്, കുറച്ച് വിദ്യാഭ്യാസമുള്ളവര്, അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ പേര് ഒരു കുടത്തിന്റെ ഉള്ളിൽ എഴുതിയിട്ടിട്ട് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്ന, അതായത് ആ നാടിന്റെ ഭരണാധികാരി പോലെ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ഗ്രാമത്തിന് ഗ്രാമത്തലവനൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷനിൽ, ചോളന്മാരുടെ സമയത്തുള്ള ഒരു ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷനിലൊക്കെ പറയുന്നുണ്ട്. അതായത് ആ സമയത്ത് അതും ഒരു നമ്മൾ പറയുന്ന ഏകാധിപത്യത്തിനേക്കാളും വിരുദ്ധമായിട്ടുള്ള, ഏകാധിപത്യം മൊണാർക്കിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം എന്താ, ആളുകൾ എല്ലാവരും കൂടി ചേർന്നു എല്ലാവർക്കും ഒരു ഭരണത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അവിടെ. അവരുടെ എല്ലാവരുടെയും പേര്, എല്ലാവർക്കും മീൻസ് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും വരാനുള്ള ഒരു സാധ്യതയുണ്ട്, രാജാവിന് മാത്രമല്ല. അങ്ങനെ ഒരാളെ തെരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിനെ കുറിച്ച്, കുടവോളി സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഡിഫറെന്റ് ഭാഗങ്ങളിൽ നിലനിന്ന ഒരു പാർട്ടിസിപ്പേറ്ററി ഫോം ഓഫ് ഗവർണൻസിന്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ നമ്മൾ ഇപ്പൊ കാണുന്ന ഈ ഡെമോക്രസിയിലേക്ക് വരുന്നതും ഇതുപോലെ ചെറിയ ചെറിയ രീതിയിൽ തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് കൊണ്ടുവരുന്ന ഓരോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോരുത്തർക്ക് കുറച്ച് കുറച്ച് ആളുകൾക്കായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ വോട്ട് ചെയ്യാനുള്ള അധികാരം വരുന്നത്. 1909 വരുന്നൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. ഈ ആക്ടിനകത്താണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് മുസ്ലിം ഇലക്ട്രേറ്റ്, സ്പെഷ്യൽ ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിംസുകൾ തന്നെ അവരുടെ ഒരു ലീഡറെ തെരഞ്ഞെടുത്തിട്ട് വിടുന്ന സംഭവം. അങ്ങനെ കുറച്ച് കുറച്ച് ആളുകൾക്ക് ഓരോ ഇലക്ട്രൽ റിഫോംസ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേശ്ശെ ആളുകൾക്ക് എന്ത് ചെയ്യും, അവർ വോട്ടിംഗ് അധികാരങ്ങൾ കൂട്ടി കൊടുക്കും. അങ്ങനെ ഏകദേശം ഒരു 1935 ആകുമ്പോഴേക്ക് ഇന്ത്യയിലെ 10% ആളുകൾക്ക് വരേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വോട്ട് ചെയ്യാനുള്ള അധികാരങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ പതുക്കെ പതുക്കെ, അതായത് 1909 കുറച്ച് കൊടുക്കുന്നു, 19 വീണ്ടും അത് കുറച്ച് കൂട്ടി കൊടുക്കുന്നു. 1909 മുസ്ലിംസിന് മാത്രമായിട്ട് കൊടുക്കുന്ന സ്പെഷ്യൽ ഇലക്ട്രേറ്റ് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യൻസിന്, ആംഗ്ലോ ഇന്ത്യൻസിന്, സിഖുകാർക്ക് അങ്ങനെ കൊടുക്കുന്നു. പിന്നെ 1935 ആവുമ്പോൾ അത് ലേബേഴ്സിന്, വുമൻസിന്, അങ്ങനെ കുറച്ച് കാറ്റഗറിക്കും കൂടി കൂടുതലായിട്ട് കൊടുത്തു പോകുന്നുണ്ട്. പറഞ്ഞു വന്നത് എന്താണ്, അങ്ങനെ ഒരു ഗ്രാജുവൽ ആയിട്ട്, അല്ലാണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു സംഭവം അല്ല എന്ത്, ഡെമോക്രസി എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ട് കൊണ്ടുവന്ന് 1950 നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ഇന്ത്യയിലെ 21 വയസ്സിന് ശേഷം വയസ്സോ അതിനു മുകളിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വോട്ട് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴി 21 വയസ്സെന്ന് പറയുന്നത് 18 വയസ്സായിട്ട് വീണ്ടും ചുരുക്കുന്ന നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു ഫോമിലേക്ക് എത്തുന്നു. അങ്ങനെ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വളരെ പതുക്കെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും, അതായത് 18 വയസ്സ് കഴിഞ്ഞവര് ആരായിക്കോട്ടെ, അവർ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാമെന്നുള്ളൊരു അധികാരം കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഈ പറയുന്ന അത്രയും ഈസി ആയിരുന്നില്ല ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു രാജാക്കന്മാർ നമ്മളെ ഭരിച്ചിരുന്നു, പിന്നെ പുറത്തുനിന്ന് വന്ന കുറെ വിദേശ ശക്തികൾ നമ്മളെ ഭരിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് പേര് നമ്മൾ ഭരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആൻസസ്റ്റേഴ്സിനെ ഭരിച്ച് പരമാവധി അവരുടേതായ രീതിയിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഏറ്റവും അവസാനമാണ് അവരുടെ, അതായത് നമ്മുടെ നാഷണൽ ലീഡേഴ്സ് എടുക്കുകയാണെങ്കിൽ അവരുടെ ഒക്കെ സഫറിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ന് കിട്ടുന്ന എന്ത് ചെയ്യുന്നത്, ഈ വോട്ട് ചെയ്യാനുള്ള അധികാരം നമുക്ക് കിട്ടിയേക്കുന്നത്. അത് പലരും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്ത് വളരെ ഈസി ആയിട്ട് വോട്ട് ചെയ്യാൻ പോയില്ലെങ്കിൽ എന്താ, വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇത്രയധികം സഫറിങ്സിൽ കൂടെ നമ്മളെ ആര് ഭരിക്കണം, പണ്ട് കാലത്ത് നമുക്ക് ഒരു സേ ഇല്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് എന്നെ ആര് ഭരിക്കണം എന്നുള്ളതിൽ എനിക്കൊരു ഒപ്പീനിയൻ പറയാനായിട്ട് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ത്, ഈ ഓരോ വോട്ട് ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ആയാലും ബാക്കി എല്ലാവരും ഈ വോട്ട് ചെയ്യാനുള്ള ദിവസം, നിങ്ങൾ ഡിസംബർ 11 ആർക്കെങ്കിലും സ്കൂൾ ഉണ്ടായോ? എല്ലാവർക്കും ഹോളിഡേ അല്ലായിരുന്നു അന്ന്, അല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ടോ? ഡിസംബർ 11 എല്ലാവർക്കും ഹോളിഡേ അല്ലായിരുന്നേ? എന്തുകൊണ്ടാ? കാരണം നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ഇതുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
എല്ലാവരും വോട്ട് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ജോലി ഉള്ളത് കൊണ്ട്, ടീച്ചേഴ്സിന് ജോലി ഉള്ളത് കൊണ്ട് വോട്ട് ചെയ്യാൻ പോകാൻ പറ്റാതിരിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന് ഇന്ന ജോലികൾ ഉള്ളത് കൊണ്ട്, ഒരുവിധം ഓർഗനൈസേഷൻസ്, അത് ഓർഗനൈസ്ഡ് ജോലികൾ പോകുന്ന എല്ലാവർക്കും എന്തായിരുന്നു, അന്ന് ഓഫ് ഡേ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർബന്ധമാണ്. അവര് വോട്ട് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. കാരണം നമുക്ക് ഇത്രയും ഉരുതി കിട്ടിയ ഒരു അവകാശമാണത്. അത് ഉപയോഗിക്കണമെന്നുള്ളത് നമ്മുടെ ഒരു അവകാശം പോലെ വെച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ വരുന്നത്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ പോലും ഒരു 74% ആളുകൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, വോട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് എന്ത് ചെയ്യും, ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് കുറെ പേര് വോട്ട് ചെയ്യാതിരിക്കും. പിന്നെ കുറെ പേര് നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ മരിച്ചു പോയവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാട് വിട്ടു പോയവരുണ്ടായിരിക്കാം, വേറെ രാജ്യങ്ങളിലുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും ചിലവര് എന്തിനാ വോട്ട് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് എന്ത് ചെയ്യാറുണ്ട്, വോട്ട് ചെയ്യാതിരിക്കാറുണ്ട്. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 90 മില്യൺ, അതായത് 90 കോടിയിലധികം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വോട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇപ്പോ പുതിയ കണക്കൊക്കെ വരാണെങ്കിൽ ഏകദേശം 100 കോടിക്ക് മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്യുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലേക്ക് ഇന്ത്യ വളരുന്നത് ഈ ഒരു സ്റ്റെപ്പുകളിലൂടെ, അതായത് ഒരുപാട് റീഫോംസിലൂടെ, ഒരുപാട് കാര്യങ്ങളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എപ്പോഴും എന്തുണ്ട്, ഒരു സേ ഉണ്ട്. ലോകത്തിലിപ്പോ നമ്മളിപ്പോ ഇറാനും യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നു. അപ്പോഴും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എന്ത് നോക്കും, ഇന്ത്യ എന്താണ് പറയുന്നതെന്ന് ലോകത്തിലെ ഒരുവിധ എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നു. അപ്പോഴും ലോകത്തിന്റെ ഒരുവിധ എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, ഇന്ത്യ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒപ്പീനിയൻ എന്താണ്. ചൈന നമ്മൾ ഏകദേശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ പോപ്പുലസ് ആയിട്ടുള്ള രാജ്യമാണ്. ചൈന എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ലോക രാജ്യങ്ങൾ ഇന്ത്യ എന്ത് പറയുന്നു എന്ന് നോക്കാറുണ്ട്. അതിന്റെ കാരണം എന്താ, ഇന്ത്യയുടെ നേതാക്കന്മാർ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ പറയുന്ന ഒരു അഭിപ്രായമാണ്. ചൈന എന്ന് പറയുന്നത് അവര് എലക്ഷൻ നടത്തുന്നുണ്ടെങ്കിലും ഒരൊറ്റ പാർട്ടി ഒരൊറ്റ ഇത്, അങ്ങനെയാണ് അവര്. അതായത് ഞാൻ തന്നെ ഇലക്ഷൻ നടത്തുന്നു, ഞാൻ തന്നെ ജയിക്കുന്നു എന്നുള്ള ഒരു സെറ്റപ്പിനകത്താണ് എന്ത് ചെയ്യുന്നത്, ചൈനയിലെ ഇലക്ഷൻസ് ഒക്കെ വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ അത്രയും ഇതായിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു അഭിപ്രായം തെരഞ്ഞെടുത്തുകൊണ്ട് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് പറയുന്നു എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ലോകത്തിലെല്ലാം എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഇന്ത്യയുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കാര്യം ലോകരാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഇലക്ഷൻസിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, പണ്ട് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആകെ കൂടി ഒരൊറ്റ റെസ്ട്രിക്ഷനെ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ, ഇന്ത്യയിൽ വോട്ട് ചെയ്യാനായിട്ട് ആകെ രണ്ട് കാര്യങ്ങൾ മതി. എന്തൊക്കെയാ? അതായത് രണ്ട് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് വോട്ടർ ആവാൻ പറ്റും. ഏതൊക്കെയാണ് രണ്ട് ക്വാളിഫിക്കേഷൻ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റത്തെ ക്വാളിഫിക്കേഷൻ എന്താ? നിങ്ങളൊരു 18 വയസ്സ് കഴിഞ്ഞ ഒരാളാണോ? ഇന്നത്തെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? സെക്കൻഡ് ക്വാളിഫിക്കേഷൻ, നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ? ഈ രണ്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട്, അതായത് ഒരു ഒരു ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണ് ഇങ്ങനെ വന്നത്. നമ്മൾ ഈ പറയുന്ന പരിപാടിനെ പറയുന്നതാണ് യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ്. പക്ഷെ ഇതിന് മുന്നേ ഒരു ഗ്രാജുവൽ പ്രൊസീജിയർ ആണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു 20th സെഞ്ചുറിയുടെ സ്റ്റാർട്ടിങ് വരേക്കും ലോകത്ത് ഒരുവിധ രാജ്യങ്ങൾ എന്ത് ചെയ്തില്ല, വുമൻസിന് വോട്ടവകാശം കൊടുത്തിട്ടില്ല. അതായത് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇത്രയും എഡ്യൂക്കേഷനുള്ള ആളുകൾക്ക് മാത്രമേ വോട്ടവകാശം ഉള്ളൂ. അതല്ലെങ്കിൽ ഈ ഒരു വയസ്സിന് മുകളിലുള്ള ഇത്രയും സ്ഥലമുള്ള ആളുകൾക്ക് മാത്രമേ വോട്ടവകാശം ഉള്ളൂ. ഇത്രയും സമ്പത്തുള്ള ആളുകൾക്ക് മാത്രമേ വോട്ടവകാശം ഉള്ളൂ. അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വോട്ടവകാശത്തിന്റെ കാര്യമായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റി നിങ്ങൾക്ക് 18 വയസ്സും നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ എങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അധികാരം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ് തരുന്നതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ എന്തുണ്ട്, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. 2-3 എക്സാമ്പിൾ പറഞ്ഞു. ഏതെങ്കിലും 2 എക്സാമ്പിൾ പറഞ്ഞേ. യെസ്, അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ്. ഓക്കെ. USA. ചൈനയെ നമുക്കൊരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. യെസ്, UK എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്.
ചൈനയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. ചൈനയിൽ ഇലക്ഷൻ ഒക്കെ നടക്കും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ പാർട്ടി ഒരൊറ്റ ആള് അങ്ങനെ ഒരു സെറ്റപ്പിനകത്താണ് ചൈനയിൽ ഇലക്ഷൻ നടക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ചൈനനെ നമ്മളൊരു ജനാധിപത്യ രാജ്യമായിട്ട് ചൈനനെ കൂട്ടാറുള്ളൂ. ഒരുവിധം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെമോക്രാറ്റിക് രാജ്യങ്ങളായിട്ടാണ് വരുന്നത്. കാനഡ. പക്ഷെ ജനാധിപത്യ ഡെമോക്രാറ്റിക് കൺട്രിയിൽ തന്നെ നമുക്ക് രണ്ട് തരം ഡെമോക്രസി കാണാം. ഒന്ന് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞു, രണ്ട് ഇൻഡയറക്റ്റ് ഡെമോക്രസി. എന്താണ് ഇതിന്റെ വ്യത്യാസം? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. എന്താണ് ആ വേർഡിന്റെ ഉദ്ദേശം? ചൈനയിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ ഏറ്റവും പവർഫുൾ ആരാ? അമേരിക്കയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആരാ? യെസ്, അമേരിക്കയിൽ എപ്പോഴും പവർഫുൾ എന്ന് പറയുന്നത് അവരുടെ പ്രസിഡന്റ് ആണ്. അതായത് നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ട്രംപ് അണ്ണനാണ് അവിടുത്തെ ഏറ്റവും വലിയ പവർഫുൾ മനുഷ്യൻ, അല്ലേ? ട്രംപ് എന്ത് പറയുന്നു? ഇപ്പൊ നമ്മൾ ലോകം പറയുകയാണെങ്കിൽ പോലും നമ്മൾ പറയും ട്രംപ് ആണ് ഏറ്റവും പവർഫുൾ. ട്രംപ് എന്ത് പറയുന്നു അതാണ് കാര്യം. പക്ഷെ ഇന്ത്യയിലെ പവർഫുൾ ആളാരാ? യെസ്, പ്രൈം മിനിസ്റ്റർ. ഇവരെ രണ്ടുപേരും തെരഞ്ഞെടുക്കുന്ന രീതികൾ തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് എന്ത് ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡർ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത്. ഈവൺ ഇന്ത്യയിലെ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ പോലും പ്രസിഡന്റിനേക്കാളും കൂടുതൽ പവർ എടുക്കുന്നത് പ്രൈം മിനിസ്റ്ററിന്റെ കയ്യിലാണ്. അപ്പോ ഈ അമേരിക്കയുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെ തെരഞ്ഞെടുക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ഇത് രണ്ടും അമേരിക്കയുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ഒരു ഡയറക്റ്റ് ഡെമോക്രസിയുടെ എക്സാമ്പിൾ ആണെങ്കിൽ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററെ തെരഞ്ഞെടുക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് ഡെമോക്രസിയുടെ എക്സാമ്പിൾ ആണ്. എന്താണ് ഇപ്പോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അർത്ഥങ്ങൾ അറിയാം? ഡയറക്റ്റ് എന്താണ്, ഇൻഡയറക്റ്റ് എന്താണ്? നിങ്ങൾ ഈ അമേരിക്കയുടെ എലക്ഷന്റെ സമയത്തൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അവിടെ എല്ലാ ആളുകളും പ്രസിഡന്റിന്റെ എലക്ഷൻ എന്ത് ചെയ്യും? വോട്ട് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ആളുകൾക്ക് എന്തുണ്ട് അവിടെ വോട്ട് ഉണ്ട്. അതായത് ഓരോ വ്യക്തികളും, ഞാനിപ്പോ വോട്ട് ചെയ്യുന്നുണ്ട്, എന്റെ അമ്മ വോട്ട് ചെയ്യും, അപ്പച്ചൻ വോട്ട് ചെയ്യും, അങ്ങനെ എല്ലാവരും പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ത് ചെയ്യും? നേരിട്ട് വോട്ട് ചെയ്യും. പക്ഷെ പ്രൈം മിനിസ്റ്റർ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും റിലേറ്റീവ്സ് ആയിട്ടുള്ള ആരെങ്കിലും പ്രൈം മിനിസ്റ്റർ തിരഞ്ഞെടുക്കാനായിട്ട് വോട്ട് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ എം പിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യും. എന്നിട്ട് ഈ എം പിമാര് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ തിരഞ്ഞെടുക്കുന്നത്. അതായത് ഫസ്റ്റത്തേല് അവരവരുടെ പ്രസിഡന്റിനെ നേരിട്ട്, ഞാൻ തന്നെയാണ് ട്രംപിന് വോട്ട് ചെയ്യണോ, ഒബാമയ്ക്ക് വോട്ട് ചെയ്യണോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒക്കെ വോട്ട് ചെയ്യണോന്ന് ഞാൻ തന്നെയാണ് നേരിട്ട് തീരുമാനിക്കുക. പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മൾ എം പിമാരെ തിരഞ്ഞെടുക്കും. ആ എം പിമാരാണ് തീരുമാനിക്കുന്നത് ആരായിരിക്കണം പ്രൈം മിനിസ്റ്റർ, ആരായിരിക്കണം ബാക്കി മിനിസ്റ്റേഴ്സ് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? ഈ എം പിമാരാണ്. ഇതാണ് ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസി. അമേരിക്ക ഫോളോ ചെയ്യുന്നത് ഡയറക്റ്റ് ഡെമോക്രസിയാണ്. അപ്പോ ഇതിനകത്ത് ഏതായിരിക്കും നല്ലത്? ഏതായിരിക്കും നല്ലത്? ഡയറക്റ്റ് ആണെന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞത്? ഓക്കെ, ഈ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഫസ്റ്റ് ഹാൻഡ് വോട്ടിംഗ്, ഓക്കെ, ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, BJPക്ക് കിട്ടിയ വോട്ടും ബാക്കി എല്ലാ പാർട്ടിക്കാർക്കും, അതായത് BJPയുടെ ഓപ്പോസിഷൻ നിൽക്കുന്ന പാർട്ടിക്കാർക്ക് കിട്ടിയ വോട്ടും കൂടി കൂട്ടി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബാക്കി പാർട്ടിക്കാർക്ക് കിട്ടിയ വോട്ടായിരിക്കും കൂടുതൽ, പക്ഷെ ഭരിക്കുന്നത് BJP ആണ്. അല്ലെങ്കിൽ പണ്ടത്തെ കാലം പറയുകയാണെങ്കിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കിട്ടില്ലെങ്കിൽ ഭരിക്കുന്ന ഒരാൾക്ക് കിട്ടിയ വോട്ടും ബാക്കിയുള്ളവർക്ക് കിട്ടിയ വോട്ടും ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കിട്ടിയ വോട്ടായിരിക്കും എന്ത് കൂടുതൽ. അപ്പോൾ ആളുകൾ എല്ലാവരും ഒറ്റയ്ക്ക് ആരായിരിക്കണം പ്രൈം മിനിസ്റ്റർ എന്ന് തീരുമാനിക്കാൻ തുടങ്ങി ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു ഈ പറയുന്നതിനകത്ത് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയധികം ആളുകളുള്ള ഒരു രാജ്യമാണ്. ഏകദേശം 150 കോടിക്ക് അടുത്ത് ആളുകളുള്ള ഒരു രാജ്യമാണ് എന്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇത്രയധികം ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തിയിട്ട് അങ്ങനെ ഒരു ഇലക്ഷൻ നടത്താന്ന് പറയുന്നത് ഭയങ്കര പോസിബിൾ അല്ലാത്ത കാര്യമാണ്. ചില രാജ്യങ്ങളിൽ
തീരുമാനങ്ങൾ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തെ പോലെ ആ രാജ്യത്തുള്ള എല്ലാവരും ഒരുമിച്ച് വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു തീരുമാനം പറയും. അപ്പൊ ഇയാള് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പേര് വോട്ട് ചെയ്യും. ഒരാൾ വേണമെന്ന് വെച്ചാൽ മറ്റേവര് വോട്ട് ചെയ്യും. അതായത് ആളുകളുടെ സൈസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ പ്രോസസ്സുകൾ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? ഇപ്പൊ നടക്കുന്ന ഇൻഡയറക്ട് ഡെമോക്രസി. ഇവിടെ നമുക്ക് നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് പറയാൻ പറ്റും? ആളുകൾക്ക്, അതായത് എന്നെ ആര് ഭരിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കാനായിട്ട് എനിക്കൊരാളെ തീരുമാനിച്ചു വിടാനായിട്ട് പറ്റും. അതായത് ഞാൻ ഒരാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നുണ്ട്, ആൾ അവിടെ പോയിട്ട് തീരുമാനിക്കും എന്നെ ആര് ഭരിക്കണം എന്നുള്ള കാര്യം. അങ്ങനെ ഒരു സ്റ്റെപ്പ്, ഒരു മീഡിയേറ്റർ ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ് എന്ത്? ഇൻഡയറക്ട് ഡെമോക്രസി. ഇന്ത്യ പോലുള്ള ഇത്രയും വലിയൊരു രാജ്യത്ത് ഇപ്പൊ പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്ട് ഡെമോക്രസിയാണ്. അത് മാത്രമല്ല, നമ്മൾ ഇൻഡയറക്ട് ഡെമോക്രസി എടുക്കാനായിട്ട് വേറെയും കുറെ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അധികാരത്തിൽ അല്ലെങ്കിൽ സ്വതന്ത്രമാവുന്ന സമയത്ത് നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് അത്രയും കുറവാണ്. ആളുകൾക്ക് അത്ര എഡ്യൂക്കേഷൻ ഇല്ല. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യ അധികാരത്തിലെത്തി കുറച്ച് നാളത്തേക്ക് നമ്മളൊരു മോണോക്രസി പോലെ ഭരിക്കണം അല്ലെങ്കിൽ ഓട്ടോക്രസി പോലെ ഭരിക്കണം എന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മൾ ഏകാധിപത്യ രീതിയിൽ ഭരിക്കണം. കാരണം ഏകാധിപത്യ രീതിയിൽ ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നല്ലെങ്കിൽ ഭയങ്കര നല്ല ഭരണം ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര മോശം ഭരണം ഉണ്ടാവും. ഇപ്പൊ ചൈനക്ക് ഇത്രയും ഡെവലപ്പ് ആവുന്നത് അവരുടെ ഒരു ഏകാധിപത്യ സ്വഭാവം ഉള്ളത് കൊണ്ടാണ്. കാരണം അവരുടെ രാജാവ് അല്ലെങ്കിൽ അവരുടെ നേതാവ് തീരുമാനിക്കുന്ന കാര്യം അവിടെ നടക്കുള്ളൂ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ആരുമില്ല. അപ്പൊ ചിന്തിക്കുന്ന രാജാവ് ബെസ്റ്റ് ആണെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കും. നമ്മളിപ്പോ രാജ്യഭരണ കാലങ്ങളെ കുറിച്ച് കേൾക്കുകയാണെങ്കിലും ചില രാജാക്കന്മാരുടെ കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല നല്ല കുറെ മൂവ്മെന്റുകൾ വരുന്നുണ്ട്. കാരണം ആ രാജാക്കന്മാർ നല്ലവരായിരുന്നു. ചില രാജാക്കന്മാരുടെ സമയത്ത് കുറെ കുറെ മോശം കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കാരണം രാജാക്കന്മാരുടെ സ്വഭാവം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് അപ്പോ ഇന്ത്യയുടെ സമയത്തും ആദ്യ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ നേരിട്ട്, അതായത് അത്രയും എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഭരണം എന്താണെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെയും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ചിലപ്പോൾ നല്ല രീതിയിൽ പോകില്ലെന്ന് വിചാരിച്ചിട്ട് ഇന്ത്യക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഓട്ടോക്രസി പോലുള്ള ഭരണങ്ങൾ വേണം, ഭരിക്കണം, ആദ്യത്തെ ഒരു 10 കൊല്ലത്ത് അങ്ങനെ ഭരിക്കണമെന്ന് വിചാരിച്ചിരുന്ന നാഷണൽ ലീഡേഴ്സ് പോലും ഇന്ത്യയിലുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയ്ക്കുള്ളൂ. ഇന്ത്യ പോലെ ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യത്ത്, ഇത്രയും വ്യത്യസ്തങ്ങളുള്ള രാജ്യത്ത്, ഇത്രയും എഡ്യൂക്കേഷൻ പരമായിട്ട് വ്യത്യാസമുണ്ട്, എക്കോണമി പരമായിട്ട് വ്യത്യാസമുണ്ട്, ജോഗ്രഫിക്കൽ വ്യത്യാസമുണ്ട്, കൾച്ചറൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഈ രാജ്യത്ത് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലൊരു ഇൻഡയറക്ട് ഡെമോക്രസിയാണ്. ഇൻഡയറക്ട് ഡെമോക്രസിക്ക് നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം കൂടി പറയാം. എല്ലാ ആളുകളുടെയും ഏകദേശം ഒരു റെപ്രസെന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഉറപ്പാക്കാം. അതായത് ഇപ്പൊ കേരളത്തിൽ നിന്ന് 20 എംപിമാരുണ്ട്. അപ്പൊ ഈ 20 എംപിമാരെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കേരളത്തിന്റെ ആവശ്യങ്ങൾ അവിടെ പോയിട്ട് പറയും എന്നൊരു ഉറപ്പ് നമുക്ക് ഏകദേശം കിട്ടും. അങ്ങനെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുത്തു. ചിലപ്പോൾ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ 3 സംസ്ഥാനത്തെ ആളുകൾ ആ അമേരിക്കൻ പ്രസിഡന്റ് ഫുള്ളായിട്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ പോലും അയാൾ ചിലപ്പോൾ അധികാരത്തിലെത്തി ആ 3 സംസ്ഥാനങ്ങൾ ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് അവിടെ അമേരിക്കൻ പ്രസിഡന്റ് മുന്നിൽ ചിലപ്പോൾ ഒരു വില ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഈ എംപിമാർക്ക് അവിടെ പോയിട്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പൊ ഇത്രയും ഡൈവേഴ്സ് ആയുള്ള രാജ്യത്ത് നമുക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? ഈ ഇൻഡയറക്ട് ഡെമോക്രസി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഡെമോക്രസി എന്താണ്, അതായത് ഡെമോക്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിക്കുന്ന ഒരു സമ്പ്രദായത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനങ്ങളെ ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഡെമോക്രസി എന്ന് പറഞ്ഞത്. ഡെമോ എന്ന് പറഞ്ഞ വാക്ക് തന്നെ എന്താണ്? പീപ്പിൾ എന്ന് പറഞ്ഞൊരു വേർഡാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഡെമോക്രസി എന്ന് പറഞ്ഞൊരു ഐഡിയ പറഞ്ഞു. ഇനി ഇന്ത്യയിൽ ആരാണ് ഈ പറഞ്ഞ എലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ആരാ? ഇന്ത്യയുടെ ഇലക്ഷൻ ഒക്കെ നടത്താനുള്ള അധികാരമുള്ളത് ആർക്കാ? ഇലക്ഷൻ കമ്മീഷൻ ആണ് ഇന്ത്യയിൽ ഇലക്ഷൻസ് നടത്താനുള്ള അധികാരം. ഈ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എവിടെയാണ്? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എവിടെയാ? കോൺസ്റ്റിറ്റ്യൂഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് നമ്മൾ എന്തറിയുന്നത്? ഗാർഡിയൻ ഓഫ് ദ ഡെമോക്രസി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്.
അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലകപ്പെട്ട് നമ്മൾ എന്ത് വിചാരിക്കുന്നത്, ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ വന്നു കഴിഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷൻ ഇന്ന പാർട്ടിയുടെ ആളാണ് എന്ന രീതിയിലൊക്കെ ഒരു ഇതികൾ വരുമ്പോൾ നമ്മൾ ഇത്രയും പ്രശ്നമായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷൻ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഗാർഡിയൻ ഓഫ് ദി ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ കാവൽക്കാരൻ എന്നാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്നാണോ ബയസ്ഡ് ആവുന്നത്, അതായത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം ചിന്തിക്കാൻ തുടങ്ങുന്നത്, അന്ന് മുതൽ ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് ഫീച്ചേഴ്സ് എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ നോൺ ബയസ്ഡ് ആവാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, അധികാരം കിട്ടുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏത് ആർട്ടിക്കിളിലാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്, ആർക്കെങ്കിലും അറിയോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ആർട്ടിക്കിളിലാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്? ഓക്കെ, ഞാൻ പറയാം. കോൺസ്റ്റിറ്റ്യൂഷനിലെ 324 ആർട്ടിക്കിൾ, യെസ് നവമി പറഞ്ഞ പോലെ ആ കോൺസ്റ്റിറ്റ്യൂഷനിലെ 324 ആർട്ടിക്കിളിലാണ് എന്ത് പറയുന്നത്, ഇന്ത്യക്ക് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരാളാണോ? ആണോ? ഒരൊറ്റ ആളാണോ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്? ഏ ഗ്രൂപ്പ്, എത്ര പേരുടെ ഗ്രൂപ്പ്? എത്ര പേരുള്ള ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? യെസ്, നവമി പറയുന്നു 3 പേരുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ബാക്കി ഇലക്ഷൻ കമ്മീഷണേഴ്സും അടങ്ങുന്ന 3 പേരുടെ ഒരു ഗ്രൂപ്പാണ് ഇന്ത്യൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ 3 പേർക്കും ഒരേ അധികാരപരിധിയാണ്. അതായത് 3 പേരും കൂടി ഒരു തീരുമാനം എടുക്കാൻ നേരത്ത് 2 പേര്, അത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആയിക്കോട്ടെ ബാക്കി ആരായിക്കോട്ടെ, 2 പേര് ഇത് ഡിസിഷൻ പറയുമ്പോൾ ആ ഡിസിഷൻ ആണ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. ഇവരുടെ അധികാരങ്ങളൊക്കെ ഒരുപോലെയാണ്, പക്ഷെ ഇവരുടെ റിമൂവൽ പ്രൊസീജിയറിൽ മാത്രം ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോ 3 പേരുടെ ഒരു ടീമാണ്. 1990 വരേക്കും ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഇത്രയും ബൾക്ക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ നടക്കുമ്പോൾ അതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ ആള് വേണമെന്നത് കൊണ്ടും ഇലക്ഷൻ കമ്മീഷൻ ഒരാൾ മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ എവിടെയും പറയില്ല, കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരൊറ്റ ഒരാൾ മാത്രമാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ അയാൾക്ക് ഭയങ്കര ഒരു അയാളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ബൈസ്ഡ് ആവാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരു ബൈസ്ഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് 90കളുടെ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. മൂന്ന് പേരുടെ, ഹലോ കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പോ ഒരു കോഡ് വന്നായിരുന്നു, ഓഡിബിൾ അല്ലേ? 3 പേരുടെ ഒരു ടീമായിട്ട് ഇലക്ഷൻ കമ്മീഷനെ മാറ്റുന്നത് ആ ഒരു ടൈം പീരീഡിനകത്താണ്. ഓക്കെ, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 1950 ആർട്ടിക്കിൾ 324 പ്രകാരം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോഡി ഇന്ത്യയുടെ അധികാരത്തിൽ വരുന്നത്. എന്താണ് ഈ ഓട്ടോണമസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കുറെ ഇതുകളിൽ കേൾക്കുന്ന ഒരു വേർഡാണ് ഓട്ടോണമസ്. എന്താണ് ഈ വേർഡിന്റെ ഒരു പ്രത്യേകത? എന്താ ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഓട്ടോണമസ് എന്ന് പറഞ്ഞ വേർഡ്? യെസ്, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തീരുമാനം എടുക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ഇന്നത് പറഞ്ഞു, ഞങ്ങൾ ഇന്നത് ചെയ്തു. ബാക്കി ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു. അവരിങ്ങനെ പറഞ്ഞു, ഇന്നത് ചെയ്തു എന്നൊന്നുമില്ല. അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാം, അവരുടെ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു അധികാരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി ഒന്നിന്റെയും കീഴിലല്ലാതെ ഓട്ടോണമസ് ആയിട്ട്, ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെ കീഴിലല്ല, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലല്ല,
സ്വന്തമായിട്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ഇതാക്കി വെച്ചേക്കുന്ന ഒരു സംഭവമാണ് എന്ത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഓട്ടോണമസ് ആവണമെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ളവരെ ഇൻഡിപെൻഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഫീച്ചേഴ്സ് കൊടുക്കണം. അങ്ങനെയുള്ള ഫീച്ചേഴ്സിനകത്ത് ഒന്നാണ് എന്ത് ഇലക്ഷൻ കമ്മീഷന്റെ ടെന്യൂർ എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ റിമൂവ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളിപ്പോ ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ റിമൂവ് ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്തോ അതുപോലെ തന്നെ വേണം എന്ത് അയാളെ റിമൂവ് ചെയ്യാനായിട്ട്. അതായത് ഒന്നല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി, ചെയ്യാൻ പറ്റാത്തൊരു അധികാരം, അതല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെതിരെ പ്രവർത്തിക്കാം. അങ്ങനത്തെ ചില കാര്യങ്ങളിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഇലക്ഷൻ കമ്മീഷനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനും സ്പെഷ്യൽ മെജോറിറ്റി വേണം. പാർലമെന്റിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതായത് പാർലമെന്റിൽ വന്നിരിക്കുന്ന ആളുകളിൽ 2/3 ആളുകൾ വോട്ട് ചെയ്യണം. അതുപോലെ തന്നെ പാർലമെന്റിൽ ടോട്ടൽ ആളുകളുടെ 50%, അത് എത്രയാണെന്നുള്ളത് വേണ്ട, സ്പെഷ്യൽ മെജോറിറ്റി വോട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ഷൻ കമ്മീഷനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ കമ്മീഷന് പോലും അല്ലെങ്കിൽ ഒരു ജഡ്ജിന് പോലും ഇന്ത്യയിൽ ഇതുവരെയൊക്കെ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർക്കണം എത്രത്തോളം ഇൻഡിപെൻഡൻസ് അവർക്ക് ഈ റോളിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അതുപോലെ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകളൊക്കെ നേരിട്ട് ഇന്ത്യയുടെ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് വരുന്നത്. കൺസോളിഡേറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അക്കൗണ്ട് പോലെ അക്കൗണ്ടാണ്. അതിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ചെലവുകൾക്ക് വേണ്ടി എടുക്കുന്ന കാശിനെ കുറിച്ചൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാനും പാടില്ല, പറയാനും പാടില്ല. ഇത്രയും കാശ് ചെലവായി എന്ന് പറഞ്ഞാൽ അത്രയും കാശ് നമ്മൾ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ അതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ പോലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫിനാൻഷ്യൽ ഓട്ടോണമി കൊടുക്കുന്നുണ്ട്, ഫിക്സഡ് ടെന്യൂർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ അധികാരത്തിൽ വരുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ടോ ആ ആനുകൂല്യങ്ങളൊന്നും അവരുടെ അധികാര പരിധി കഴിയുന്നത് വരെ കുറയ്ക്കാൻ പാടില്ല, വേണമെങ്കിൽ കൂട്ടാം. അതായത് ഇപ്പോ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷന് 3 ലക്ഷം രൂപ ശമ്പളമുണ്ട് മാസം. ഇപ്പോഴത്തെ അതായത് ഇപ്പോഴത്തെ ഗവൺമെന്റിന് തോന്നാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് എതിരാണ്, അത് കാരണം കൊണ്ട് അവർക്ക് ഇത്ര രൂപ ശമ്പളം വേണ്ട, അവർക്ക് 1.5 ലക്ഷം രൂപ സാലറി മതി തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം പോസിബിൾ അല്ല. കാരണം ഒരു ഇലക്ഷൻ കമ്മീഷൻ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ അവരുടെ അധികാരം കഴിയുന്നത് വരയ്ക്കും അവർക്ക് ആനുകൂല്യങ്ങൾക്ക് എതിരായിട്ട് ഒരു തീരുമാനം പോലും എടുക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. വേണമെങ്കിൽ 3 ലക്ഷം ആക്കുന്നതോട് കുഴപ്പമില്ല, പക്ഷെ കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് എന്തുണ്ട്, അവർക്ക് അവരുടെ ഓട്ടോണമി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചീഫ് ഇലക്ഷൻ കമ്മീഷനെ റിമൂവ് ചെയ്യാൻ മാത്രമാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ ഇത് വരുന്നത്. ബാക്കിയുള്ള ഇലക്ഷൻ കമ്മീഷനെ റിമൂവ് ചെയ്യാനായിട്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ സമ്മതത്തോടു കൂടി ബാക്കിയുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്തൊക്കെയായിരിക്കും ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ? എന്തൊക്കെയായിരിക്കും ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടീസ്? കമന്റ് ചെയ്ത് എല്ലാവരും. ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടീസ്: കണ്ടക്ടിങ് ഇലക്ഷൻസ്. ഓക്കെ, എന്തൊക്കെ ഇലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യും? അതായത് നമ്മളിപ്പോ കുറേ ഇലക്ഷൻസ് നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ പറഞ്ഞു, MLA-മാര് തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ പറഞ്ഞു, MP-മാരെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ പറഞ്ഞു, പിന്നെന്തൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരുപാട് ഇലക്ഷൻസ് ഉണ്ട്. അപ്പോ കണ്ടക്ടിങ് വോട്ട്സ് അത് ഇലക്ഷന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഏതൊക്കെ ഇലക്ഷൻസ് ആണ് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് നടത്തുക? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്യുന്നത് ഏതൊക്കെ ഇലക്ഷൻസ് ആണ്? അല്ലെങ്കിൽ പറയുന്ന എല്ലാ ഇലക്ഷനും കണ്ടക്ട് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ? എല്ലാ ഇലക്ഷനും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ ചെയ്യുന്നത്? ലോക്സഭ ഇലക്ഷനും രാജ്യസഭ ഇലക്ഷനും മാത്രമാണോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്യുന്നത്? അസംബ്ലീസിന്റെ ഇലക്ഷനും പിന്നെ വേറെ ഏതെങ്കിലും ഇലക്ഷൻസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറയാം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുമുണ്ട്. ഓക്കെ, യെസ്. നമ്മുടെ ഈ പറഞ്ഞ ഇലക്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് MLA-മാരുടെ ഇലക്ഷൻ അത് നടത്തുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. MLA-മാരുടെ ഇലക്ഷൻ നമ്മുടെ ഓരോ സ്റ്റേറ്റുകളിലും അത് കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ. നിങ്ങൾ ഈ ഇലക്ഷന്റെ സമയത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇലക്ഷന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് ആരാ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു MLA കോൺസ്റ്റിറ്റുവൻസി, ഇപ്പൊ എന്റെ MLA മരിച്ചാന്ന് വിചാരിക്കും,
അങ്ങനെയാണെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന ആരായിരിക്കും? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ MP മാരുടെ ഇലക്ഷൻ, അതായത് പാർലമെന്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. രാജ്യസഭ ഇലക്ഷൻ, ഈ രാജ്യസഭ ഇലക്ഷൻ ഒരു സ്പെഷ്യൽ ആണ്. അതിനകത്ത് നിങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ രാജ്യസഭ ഇലക്ഷൻ വോട്ട് ചെയ്യാറുണ്ടോ? ഉണ്ടോ? നോ. കാരണം എന്താ? അതൊരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. ആളുകൾ നേരിട്ടല്ല അവിടെ വോട്ട് ചെയ്യുന്നത്. അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അപ്പോ MP മാരുടെ ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ, പ്രസിഡന്റിന്റെ ഇലക്ഷൻ, പിന്നെ കേരളത്തിലില്ലെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉണ്ട്. അതായത് നമ്മളിപ്പോ രാജ്യസഭ, ലോക്സഭ എന്ന് പറയുന്ന പോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ ചില സംസ്ഥാനങ്ങളിലുണ്ട്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ, അങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉണ്ട്. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലേക്കുള്ള ഇലക്ഷൻ ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോ നമ്മൾ ഇത്രയും ഇലക്ഷനുകൾ കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ നാട്ടിലുണ്ടായ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആരാ? അതായത് നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഡിസംബർ മാസം നമ്മുടെ നാട്ടിലൊക്കെ കുറേ ഇലക്ഷൻ നടന്നു. ഒരു വലിയ ഇലക്ഷൻ ആയിട്ട് ഒരുപാട് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. യെസ്, ഓരോ സംസ്ഥാനത്തിനും എന്തുണ്ട്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത്? അതാത് സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. അതാത് സംസ്ഥാനങ്ങളുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ ഇലക്ഷനുകളിൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് പിന്നെ നോക്കാം. പക്ഷേ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക, അതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയാണ്. പിന്നെ വേറെന്താണ് ഇലക്ഷൻ കമ്മീഷന്റെ ജോലി എന്ന് പറയുന്നത്? ഇലക്ഷൻ കമ്മീഷന് വേറെ എന്തൊക്കെ ജോലിയുണ്ട്? ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ? രജിസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസിനെ രജിസ്റ്റർ ചെയ്യുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. അതായത് നമ്മളിപ്പോ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് കാണും. നമ്മള് ഈ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇലക്ടറൽ റോള് പബ്ലിഷ് ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം. ഓക്കെ, അത് നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് പറയാം. നമ്മളിപ്പോ ചില പാർട്ടികൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. അതായത് രണ്ടെണ്ണമായിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്യും. അതിന്റെ റീസെന്റ് എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ നടന്നതാണ്. എന്ത് റീസെന്റ് അല്ല, ഒരു 5 കൊല്ലത്തിന് മുന്നേ നടന്നതാണ്. കേരളത്തിൽ ഒരു വലിയ പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നു കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്തു? കേരള കോൺഗ്രസ് മാണി വിഭാഗം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. അങ്ങനെ സ്പ്ലിറ്റ് ആവണ സമയത്ത് എന്ത് ചെയ്യും? ഈ സ്പ്ലിറ്റ് ആവുമ്പോൾ രണ്ടുപേർക്കും പിന്നെ ഒരേ ചിഹ്നം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആർക്ക് ചിഹ്നം കൊടുക്കണം, ആരാണ് മെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ ചില പാർട്ടികൾ എന്ത് ചെയ്യും? പുതിയതായിട്ട് വരും. അങ്ങനെ പുതിയതായിട്ട് കേരളത്തിലെ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നൊരു പാർട്ടിയായിരുന്നു എന്ത്? ആം ആദ്മി പാർട്ടി. 2013 ഇന്ത്യയിൽ വന്നൊരു പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി. അങ്ങനെ പുതിയ പാർട്ടികൾ വരുമ്പോൾ ആ പാർട്ടികളെ റെക്കഗ്നൈസ് ചെയ്യാം. ഇപ്പോ നമ്മുടെ തമിഴ്നാട്ടിലൊരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി വരുന്നുണ്ട്. അതേതാ? തമിഴ്നാട്ടിൽ ഇപ്പൊ ഭയങ്കര ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി കയറി വരുന്നുണ്ടല്ലോ. ഇതേതായിരുന്നു? TVK, തമിഴ് വെട്രി ഘടകം. അങ്ങനെ എന്താണ് ഫുൾ ഫോം? വിജയുടെ പേരിലുള്ളൊരു പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോ അധികാരങ്ങൾ എന്ത് ചെയ്യും? മാറി മാറി വരും, അല്ലെങ്കിൽ പുതിയ പുതിയ പൊളിറ്റിക്കൽ പാർട്ടീസ് വരും. അങ്ങനെ പുതിയ പുതിയ പൊളിറ്റിക്കൽ പാർട്ടീസ് വരുമ്പോൾ ഈ പാർട്ടികളെ റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുക എന്ന് പറയുന്ന കാരണം ഡ്യൂട്ടിയാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ് ഇലക്ട്രൽ റോള് പബ്ലിഷ് ചെയ്യുക? എന്താണ് ഇലക്ട്രൽ റോൾ എന്ന് പറയുന്നത്? ഇലക്ട്രൽ റോൾ എന്ന് പറഞ്ഞാൽ ഔട്ടോ വിജയ് ഫാൻ ആണല്ലേ? ഓക്കെ, എന്താ ഇലക്ട്രൽ റോൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു വോട്ടേഴ്സ് ലിസ്റ്റ്. അതായത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഓരോ ബൂത്തിലും എത്ര ആർക്കൊക്കെയാണ് വോട്ടുള്ളത് എന്ന് ഒരു കറക്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതായത് ഇപ്പോ ഓരോ ബൂത്തിലും ഇന്ന ആളുകൾക്കാണ് വോട്ട്, ഇത്രയും പേർക്ക് വോട്ട് ഉണ്ട്, ഇത്രയും പേര് വോട്ട് ലിസ്റ്റിൽ ഇല്ല, അങ്ങനെ കൃത്യമായിട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര ആളുകൾക്കൊക്കെയാണ് ഇവിടെ വോട്ട്, ഇത്ര ആളുകൾ വോട്ടിലില്ല. അപ്പോ ഈ ഇലക്ട്രൽ റോള് ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോള് റിന്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ SIR കണ്ടക്ട് ചെയ്യുന്നത്.
SIR കണ്ടക്ട് ചെയ്യാനുള്ള കാരണമായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ടാവും. ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ, ഇന്ത്യൻ സിറ്റിസൺസ് അല്ലാത്ത ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കയറി വരുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ബോർഡർ രാജ്യങ്ങളിൽ നിന്ന് കയറി വരുന്നുണ്ട്. അപ്പൊ അവർ ഇന്ത്യൻ സിറ്റിസൺസ് പോലുമല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ വോട്ടർ ലിസ്റ്റിനകത്ത് കയറി പറ്റുന്നുണ്ട്. അപ്പൊ അവരെ പുറത്താക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ ഈ വോട്ടർ ലിസ്റ്റ് നവീകരിക്കുന്നത്, SIR കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറെ പേര് എന്തുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇവർ മരിച്ചു പോയെങ്കിലും ഇവരുടെ പേര് എന്ത് ചെയ്തിട്ടില്ല, ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല. പിന്നെ കുറെ പേര് അവർ സ്ഥലം മാറിപ്പോയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് 2 സ്ഥലത്തേക്ക് വോട്ടുണ്ടാവും, 2 സംസ്ഥാനത്ത് വോട്ടുണ്ടാവും, ഈ സംസ്ഥാനത്ത് അപ്പുറ സംസ്ഥാനത്തൊക്കെ വോട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ റിമൂവ് ചെയ്യുക. അങ്ങനെ കൃത്യമായിട്ട് എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ മാത്രം വോട്ടർ ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എലിജിബിൾ ആയിട്ടുള്ള ആളുകളുടെ പേര് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഈ ഇലക്ഷൻ കമ്മീഷന്റെ അധികാരമാണ്. അപ്പൊ ഈ SIR നിർത്തിവെക്കണമെന്നൊക്കെ പറഞ്ഞ് കുറെ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തു, സുപ്രീം കോടതിയിൽ കേസിന് പോയി. അപ്പൊ കേസിന് പോയപ്പോ ഇലക്ഷൻ കമ്മീഷൻ അവരോട് പറഞ്ഞ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് വാദിച്ചൊരു കാര്യമാണെന്ത്, ഈ ഇന്ത്യൻസ് അല്ലാത്ത എല്ലാവരെയും വോട്ടർ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നതും ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. അതായത് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ മാത്രമേ വോട്ടർ ലിസ്റ്റിലുള്ളൂ എന്ന് എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് SIR കടത്തിയേ പറ്റൂ എന്നാണ് എന്ത് ചെയ്യുന്നത് അവര് പറയുന്നത്. അപ്പൊ SIRന്റെ വേറെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ടൈം ഒക്കെയാണ് പ്രശ്നം. ഭയങ്കര സ്പീഡി ആയിട്ടാണ് SIR നടത്തുന്നത്. ആ നാട്ടിലില്ലാത്ത ആളുകൾക്ക് അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. പിന്നെ അതിനകത്ത് ചില ഡോക്യുമെന്റ്സ് മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് SIR. പക്ഷെ SIR പോലുള്ള സാധനങ്ങൾ നടത്തുന്നതിനൊന്നും ആർക്കും പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് SIR ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വരുന്നത്. പിന്നെ എലക്ഷൻസ് ഉള്ള കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ നടത്തുന്നുള്ളൂ. പിന്നെ നമ്മൾ റീസെന്റ് ആയിട്ട് വാർത്ത ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, UP ഏകദേശം 2 കോടി ആളുകളാണ് എന്ത് ചെയ്യുന്നത്, SIR നടത്തിയപ്പോ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തായത്. അപ്പോ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണെന്ത്, ഇലക്ട്രൽ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് കയറി വരുന്നത്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ പോലെ എലക്ഷൻ കണ്ടക്ട് ചെയ്യാം, വോട്ടർ ലിസ്റ്റ് നോക്കാം, പാർട്ടികളെ റെക്കഗ്നൈസ് ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ ഇലക്ഷൻ കമ്മീഷന്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് വേറെ എന്തെങ്കിലും? ഓക്കെ, ചെക്കിംഗ് ഇലക്ഷൻ എക്സ്പെൻസസ്. ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്താണ്, ഓരോ എലക്ഷൻ കഴിയുമ്പോഴും ഇന്ന പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ലീഡർക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ കണ്ടസ്റ്റ് അല്ലെങ്കിൽ ഇലക്ഷന് മത്സരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്ര രൂപയാണ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ ആണെങ്കിൽ ഇത്ര രൂപയാണ് പറ്റുള്ളൂ. MLA ഇലക്ഷൻ ഇത്ര രൂപ, MP ഇലക്ഷൻ ഇത്ര രൂപ. ഇത്രയും രൂപയിൽ കൂടുതൽ ചെലവാക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. എന്തുകൊണ്ടാണ്? പാർട്ടി കൂടുതൽ ഫണ്ടുള്ള ആളുകൾ ചിലപ്പോൾ കൂടുതൽ കാശ് എറിഞ്ഞിട്ട് കൂടുതൽ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, ആളുകളെ ഇത് ചെയ്തിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് വോട്ട് ചെയ്യിപ്പിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഒരു എമൗണ്ട് ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ട് ഇലക്ഷന്റെ എക്സ്പെൻസ്, നമ്മളിപ്പോ ഇലക്ഷൻ കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഓരോ കാൻഡിഡേറ്റും അവർക്ക് ഇലക്ഷന് ചെലവായത് ഇത്ര രൂപയാണെന്ന് കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യണം, ബോധിപ്പിക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അത് ചെയ്യേണ്ടി വരും. അപ്പോ ഓരോ കാൻഡിഡേറ്റിന്റെയും എക്സ്പെൻസ് ഇത്രയ്ക്കാണ് എന്ന് എൻഷുർ ചെയ്യേണ്ടത്, ഇതിനകത്ത് കൂടുതൽ പോയിട്ടില്ലെന്നൊക്കെ എൻഷുർ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഇലക്ഷൻ കമ്മീഷൻ. യെസ്, ബ്രേക്ക് തരാം. ഈ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യേണ്ടത് എന്താണ്, ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഇപ്പൊ വേറെന്തൊരു കാര്യം പറഞ്ഞല്ലോ ചാറ്റിനകത്ത്, എക്സ്പെൻസിന്റെ കാര്യം പറഞ്ഞു. വേറെന്താ പറഞ്ഞേ? യെസ്, പബ്ലിഷ് ഡേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സംസ്ഥാനത്തും ഇന്ന ദിവസമാണ് ഇലക്ഷൻ എന്ന് വന്ന് പറയുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. അതുപോലെ അതായത് ഇലക്ഷൻ കമ്മീഷനാണ് നേരിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, ഇലക്ഷൻ കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കും. ആ വാർത്താ സമ്മേളനത്തിൽ പറയും കേരളത്തിലെ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻസ് ഈ ഡേറ്റ് നടക്കും, പഞ്ചാബിൽ ഇലക്ഷൻസ് ഈ ഡേറ്റ് നടക്കും, അല്ലെങ്കിൽ MP മാരുടെ ലോക്സഭ ഇലക്ഷന്റെ ഡേറ്റ് ഇതാണെന്നൊക്കെ പറയുന്നത് ആരാണ്? ഇവരാണ്. പിന്നെ കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ പാർട്ടികൾക്ക് സിമ്പിൾസ് അസൈൻ ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. കോൺസ്റ്റിറ്റ്യുവൻസി ബൗണ്ടറികൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയല്ല, അത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചെയ്യും. അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിന്റെയും
ബൗണ്ടറികൾ തീരുമാനിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻസ് ആണ്. അതല്ലെങ്കിൽ ഗവൺമെന്റുകൾ കുറെ തീരുമാനിക്കും. നമ്മളിപ്പോ ഓരോ ഗവൺമെന്റും അവരുടെ, അതായത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് ഇത്ര ഷെയർ ഇത്രയും ലോക്സഭാ സീറ്റ് ഉണ്ടായിരിക്കും, ഇത്ര രാജ്യസഭാ സീറ്റ് ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. അതിന്റെ ഉള്ളിലുള്ള റെക്കഗ്നൈസേഷൻ തീരുമാനിക്കുന്നവരുടെ ഗവൺമെന്റുകളാണ്. ഏകദേശം നമ്മളത് കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിനും, അതായത് ഒരു എം പിനെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഓരോ എം പിമാർക്കും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വോട്ടേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് പരമാവധി സെയിം ആയിട്ട് ഇരിക്കാനായിട്ട് പരിശ്രമിക്കും. കേരളത്തിൽ 20 എം പിമാരുണ്ടെങ്കിൽ ആ 20 എം പിമാർക്ക് വേണ്ടിയുള്ള വോട്ടർ ലിസ്റ്റിനകത്ത് ഓരോ വോട്ടർ ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണം മാക്സിമം എന്ത് ചെയ്യണം, സെയിം ആയിട്ട് വരാനായിട്ട് പരിശ്രമിക്കണം. അങ്ങനെ വേണം എന്നാണ് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ബൗണ്ടറി തീരുമാനിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയല്ല. അപ്പോ വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക, പാർട്ടികളെ റെക്കഗ്നൈസ് ചെയ്യുക, പാർട്ടികൾക്ക് ചിഹ്നം കൊടുക്കുക, അതുപോലെ തന്നെ എക്സ്പെൻസ് നോക്കാം. പിന്നെ വേറൊരു മെയിൻ കാര്യം ചെയ്യുന്നതാണ് മോഡ് ഓഫ് കണ്ടക്ട്. നമ്മൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വാക്കാണ് മോഡ് ഓഫ് കണ്ടക്ട്. ചിലവർ എന്ത് ചെയ്യും, ഇലക്ഷന്റെ സമയത്ത് കുറെ വർഗീയ ഇതുകളൊക്കെ പറയും. അതായത് ചിലവർ പറയും നിങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രം വോട്ട് ചെയ്താൽ മതി, മുസ്ലിമുകൾക്ക് മാത്രം വോട്ട് ചെയ്ത്, ക്രിസ്ത്യൻസിന് മാത്രം വോട്ട് ചെയ്താൽ മതി, അങ്ങനെ അല്ലെങ്കിൽ ഈ രാജ്യം ഹിന്ദുക്കളുടെ മുസ്ലിമുകളുടെ ആണ്, ക്രിസ്ത്യൻസിന്റെ ആണ്, അങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ മതത്തിന്റെ പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവര് ഈ നമ്മുടെ നാട്ടില് കുറെ ബാക്കി ഹിന്ദിക്കാർ വരുന്നു, അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതായത് ഒരുപാട് വർഗീയ രീതിയിൽ അല്ലെങ്കിൽ വിഭജനം ഉണ്ടാക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് എന്ത് ചെയ്യും, ഒരുപാട് പേര് കുറെ സംസാരിക്കും. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർ ഒതുക്കി നിർത്താം. എലക്ഷൻ കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ മോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയും. കൃത്യമായിട്ട് ഒരു വിഘടനവാദനങ്ങളൊന്നും ഇല്ലാതെ, സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ എലക്ഷൻ കൃത്യമായിട്ട് അതിന്റെ നിയമത്തിനനുസരിച്ച് എങ്ങനെയാണ് നടക്കേണ്ടത് ആ മോഡിനകത്ത് തന്നെ കണ്ടക്ട് ചെയ്തു എന്ന് എൻഷുർ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. മോഡ് ഓഫ് കണ്ടക്ട്, ഇലക്ട്രൽ ലോള്, പാർട്ടീസിനെ റെക്കഗ്നൈസ് ചെയ്യാം, എലക്ഷൻ നടത്താം, പിന്നെ ഡേറ്റിനെ കുറിച്ച് പറയാം, അങ്ങനത്തെ ഉള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇനി ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഇതിന്റെ അടുത്ത് എടുക്കാം. 5 മിനിറ്റ് ബ്രേക്ക്. ആരും ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആവണ്ട. 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ വരാം.
ഹലോ, എല്ലാവരുടെ ഇല്ലേ? എല്ലാവരുടെ ഹായിട്ടെ. എല്ലാവരും ഒരു ഹായ് മെസ്സേജ് ചെയ്തേ. ഓക്കെ, അൽവിന ഹായ്, ഏഞ്ചലിൻ ഹായ്, സാൻ മരിയ ഹായ്, ഓക്കെ, അനുരാജ് ഹായ്. ബാക്കിയുള്ളവരാരില്ലേ? 6 പേരായുള്ളല്ലോ. ഓക്കെ, റിങ്കു ഹായ്. ഒരു 3-4 പേരും കൂടി ഹായിട്ടെ. ഓക്കെ, അശ്വതി ഹായ്. ബാക്കിയുള്ളവര് ഗൗരി നന്ദ ഹായ്. ഒരാളും കൂടി. ആരെങ്കിലും ഒരാള്. ഓക്കെ, ശ്രീഫ. അയ്യോ സോറി, നിങ്ങൾക്ക് സൗണ്ട് ബുദ്ധിമുട്ടാണോ അല്ലെ ഹെഡ്സെറ്റ് വെക്കുന്നത്? ത്രോട്ടിന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയേ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തി. അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമ്മള് നേരെ ഇന്ത്യയിലെ, അതായത് 1950 ശേഷമുള്ള ഇലക്ഷണൽ റീഫോംസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയില് കൂയിനോ? ഓക്കെ ബെഞ്ചമിൻ. ഓക്കെ, നമ്മള് ഇന്ത്യയില് ആദ്യമായിട്ട് അഡൽട്ട് സഫറേജ് വെച്ചിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത് എവിടെയാണെന്ന് അറിയും? നമ്മൾ ക്വിസ് കോമ്പറ്റീഷനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ആദ്യമായിട്ട് ഇന്ത്യയിൽ അഡൽട്ട് സഫറേജ് വെച്ചിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണെന്ന് അറിയോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് അഡൽട്ട് സഫറേജ് വെച്ച് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് മണിപ്പൂരാണ്. അതായത് മണിപ്പൂർ എന്ന് പറയുന്ന രാജ്യം ഇതുവരെയും ഒരു മൊണോക്രസി ആയിരുന്നു. അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊണോക്രസി, ഇന്ത്യയുടെ ഭാഗം ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിലൊരു മൊണോക്രസി ആക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ അഡൽട്ട് സഫറേജ് വെച്ചിട്ട് ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് മണിപ്പൂർ വെച്ചിട്ടാണ്. പിന്നെ 1950-51 ഇലക്ഷൻ സമയത്താണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഒരു ജനറൽ ഇലക്ഷൻ, ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തു. അപ്പൊ ഇന്ത്യയുടെ ഒരു ഇലക്ഷൻ വഴികൾ, ഇതുവരേക്കുള്ള ഇലക്ഷൻ വഴിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1950 ജനുവരി 26 എന്ത് വരുന്നു, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നു. ആ ഒരു കറക്റ്റ് ആയിട്ട് ഇലക്ഷനുകൾ നടത്തി പോവാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നിർത്തി. അപ്പോ ഒരു കൃത്യമായിട്ടൊരു ചട്ടമില്ലാതായി പോകും നമ്മുടെ ഇലക്ഷൻ. അങ്ങനെ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 1960-61 ടൈമിനകത്ത് നമ്മൾ ആദ്യമായിട്ട് മോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഇന്ന രീതിയിലാണ് ഇലക്ഷൻ നടക്കുന്നത്, ഇന്ന കാര്യങ്ങൾ മാത്രമേ ആളുകൾക്കോട് പറയാനായിട്ട് സാധിക്കുള്ളൂ, ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് നിങ്ങൾക്ക് ഒപ്പോസിഷൻ ഉണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇലക്ഷന്റെ സമയത്ത് ആളുകൾക്ക് സൗജന്യമായിട്ട് സാധനങ്ങൾ കൊടുക്കാനായിട്ട് പാടില്ല, ആളുകളെ നമ്മൾ എന്താ പറയാ കാശ് കൊടുക്കാനായിട്ട് പാടില്ല, ആളുകൾക്ക് കാശ് കൊടുത്ത് വോട്ട് ചെയ്യിക്കാനായിട്ട് പാടില്ല. അങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവരുന്നത് 1960-കളിലാണ്. അതൊരു നിയമം വഴി ഒന്നും കൊണ്ടല്ല, തന്നെ ഇങ്ങനെ ഇവോൾവ് ആയിട്ട് വരുന്ന സംഭവമാണ്. അത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് അറിയും മോഡ് ഓഫ് കണ്ടക്ട്? ആദ്യമായിട്ട് ഈ മോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്നത് എവിടെയായിരിക്കും? അത്യാവശ്യം നല്ലൊരു സാധനം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലാണ് യെസ് ആദ്യമായിട്ട് മോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. അത് 1980 ടൈം ആയപ്പോഴേക്കും ഒരുവിധം എല്ലാ രാജ്യങ്ങളിലേക്കും. നമ്മളിപ്പോ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ കുറെ കേൾക്കുന്നത് ഫ്രീ ബീസ് എന്ന് പറഞ്ഞൊരു വേർഡ് ഈ ഇടയായിട്ട്, അതായത് 3-4 കൊല്ലങ്ങളൊക്കെ ആയിട്ട് ഇലക്ഷന്റെ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഫ്രീ ബീസ്. ഇലക്ഷന്റെ സമയത്ത് എന്ത് പറയും, ഞങ്ങൾ ഇലക്ഷൻ ജയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സ്ത്രീകൾക്ക് എല്ലാവർക്കും 5000 രൂപ, 10000 രൂപ, 10000 രൂപ വെച്ചിട്ട് കൊടുക്കാം എന്നൊക്കെ പറയും. അതൊക്കെ ശരിക്കും മോഡ് ഓഫ് കണ്ടക്ടിന് എതിരായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം എന്താ, കാശ് ഇപ്പൊ കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ, ജയിച്ചതിന് ശേഷം ശരിക്കും ഞങ്ങൾ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഒരു അധികാരത്തിൽ വരുന്നത്. ശരിക്കും അതൊക്കെ മോഡ് ഓഫ് കണ്ടക്ട് ഇതിലാണ്. ഭരിക്കുന്ന പാർട്ടികൾക്ക് ഒരു എഡ്ജ് കൊടുക്കുന്ന സംഭവങ്ങളാണ് എന്ത് ഇത്. അതായത് ഇലക്ഷന് ചില സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ കണ്ണു നോക്കുകയാണെങ്കിൽ ഇലക്ഷന് തൊട്ട് മുന്നേ, അതായത്
ഈ കൊല്ലാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കണമെങ്കിൽ ഈ കൊല്ലത്തിന്റെ ആദ്യം എന്ത് ചെയ്യും അവര് കുറെ ഫണ്ടുകളൊക്കെ എന്ത് ചെയ്യും പെൻഷനൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടിക്കൊടുക്കാം. അതായത് ആളുകളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ കുറേയധികം നേട്ടങ്ങൾ കാശ് ഭയങ്കരമായിട്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ആളുകളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മോഡ് ഓഫ് കണ്ടക്റ്റിനെതിരാണ്. പക്ഷെ അത് ഇപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് റൂൾ ആയിട്ട് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഭാവിയിൽ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഫ്രീ ബീസ് കൊടുക്കുന്നത് അത്രയും നല്ലതല്ല. കാരണം ഫ്രീ ബീസ് കൊടുക്കുമ്പോൾ ബാക്കി നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടൊക്കെയാണ് ഇങ്ങനെ ആളുകൾക്ക് ശരിക്കും വോട്ട് ചെയ്യാൻ കൈക്കൂലി പോലെ കൊടുക്കുന്നത്. ഇപ്പൊ കേരളത്തിലൊക്കെ നമ്മൾ വളരെ കുറച്ച് കണ്ടിട്ടുള്ളെങ്കിലും എന്റെ പുറത്തുള്ള കൂട്ടുകാരുമാർ ഇപ്പോൾ തെലങ്കാന അല്ലെങ്കിൽ ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള കൂട്ടുകാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ഇലക്ഷന്റെ സമയമായ അവർക്ക് മിനിമം ഒരു ലോക്കൽ ഗവൺമെന്റ് ഇലക്ഷൻ സമയത്ത് മിനിമം ഒരു 10-20,000 രൂപയെങ്കിലും എന്ത് ചെയ്യും ഒരു ഇലക്ഷന്റെ സമയത്ത് അവർക്ക് കിട്ടും. അതായത് ഓരോ കാൻഡിഡേറ്റ്സും വന്നിട്ട് 10,000-15,000 രൂപക്ക് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളൂ എന്ന് പറയും. അത്രയും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടില് ഇലക്ഷനെ വോട്ടിനെ കച്ചവടമാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ നാട്ടിലായാലും കുറെ പേർക്ക് കുപ്പി കൊടുക്കുക, സാരി കൊടുക്കുക, പാത്രങ്ങൾ കൊടുക്കുക, അങ്ങനെയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ TV കൊടുക്കുക, ഫ്രിഡ്ജ് കൊടുക്കുക, സൈക്കിൾ കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇലക്ഷനെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. കേരളത്തിൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇത്തരം പ്രവണതകൾ ഭയങ്കര കുറവാണ്. അങ്ങനെ മോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞൊരു ഐഡിയ വരുന്ന 1960-69 ആദ്യമായിട്ട് വരുന്നത് കേരളത്തിലാണ്. പിന്നെ 1985 52ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴി കൊണ്ടുവരുന്ന സാധനമാണ് എന്ത്, ആന്റി ഡിഫെക്ഷൻ ലോ. നമ്മുടെ ഷെഡ്യൂൾ 10 പറയുന്ന സംഭവമാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ 10ാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന ഒരു സംഭവമാണ് ആന്റി ഡിഫെക്ഷൻ ലോ. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോഴും ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് വാർത്തകളിൽ കണ്ടു, ഈ മറ്റത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടിരുന്നത്, അതായത് മറ്റത്തൂര് നമ്മുടെ തൊട്ടടുത്ത തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂര് നമ്മൾ എന്ത് കണ്ടു, ഇലക്ഷൻ കഴിഞ്ഞു, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടിയിലെ എല്ലാവരും ഒരുമിച്ച് മറ്റൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി പറയാത്ത ഒരാൾക്ക് വോട്ട് ചെയ്തു. അങ്ങനെ ജനങ്ങള് ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞിട്ട് ജനങ്ങൾ നമ്മുടെ ഒരു ഭരണത്തിന്റെ പ്രത്യേകത എന്താ, ഞാനൊരു MP-നെ MLA-നെ തെരഞ്ഞെടുത്ത് വിടും, പിന്നെ ഞാൻ ചിലപ്പോ ഇന്ന പാർട്ടിക്കാരനായതുകൊണ്ട് അയാൾ ജയിപ്പിച്ചതായിരിക്കും, പക്ഷെ അയാൾ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, മറ്റു പാർട്ടിക്കാരുടെ കാശ് മേടിച്ചിട്ട് മാറി നിൽക്കുന്ന സംഭവമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ പ്രവണത കൂടുതലായിട്ട് കണ്ടുവന്ന സമയത്താണ് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്ന സംഭവം, കൂറുമാറ്റ നിരോധന നിയമം എന്നാണ് മലയാളത്തിലെ നിയമത്തിന് പറയാം. അതായത് നമ്മളിപ്പോ ഏത് പാർട്ടിയിലാണോ ജയിക്കുന്നത് ആ പാർട്ടി പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നതിനാണ് കൂറുമാറ്റ നിരോധനം. ഷെഡ്യൂൾ 10 അതിൽ കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതായത് ആന്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഇന്ന കാര്യങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, പിന്നെ 2/3 ആളുകൾ പാർട്ടി മാറി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. പക്ഷെ 1985 52ാമത്തെ നിയമ ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ് ആന്റി ഡിഫെക്ഷൻ നിരോധന നിയമം കൊണ്ടുവരുന്നത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നിങ്ങളോട് എന്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ വോട്ടിംഗ് ഏജ് എത്രയായിരുന്നു പറഞ്ഞേ, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ വോട്ടിംഗ് ഏജ് എത്രയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ? യെസ്, 21. 1988 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഏജ് കുറച്ച് 18 ആക്കുന്നത്. ഇന്ത്യയിൽ അഡൽട്ട് എന്ന് പറയുന്നതിന്റെ പ്രായം 18 ആക്കുന്നത് 1988 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ്. അതുവരേക്കും ഇന്ത്യയിൽ 21 വയസ്സുള്ളവർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റിയത്. ഓക്കെ അല്ലേ? അതായത് ഞാൻ പറഞ്ഞു 50-നകത്ത് ഇലക്ഷൻ കമ്മീഷൻ വരുന്നു, 60 സമയങ്ങളിലായിട്ട് മോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നു, പിന്നെ എന്ത് പറയുന്നു ആന്റി ഡിഫെക്ഷൻ ലോ വരുന്നു, പിന്നെ ഏജ് കുറച്ച് 18 വയസ്സാണ്. ഇതൊക്കെയാണ് ഏർലി റീഫോംസ് എന്ന് പറയുന്നത്. പിന്നെ കുറെ ടെക്നോളജിക്കൽ റീഫോംസ് വരുന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, എല്ലാവരും ഓരോ പേപ്പറിൽ, നിങ്ങൾ പണ്ടത്തെ സിനിമകളിലെ വോട്ടിങ് കാണുകയാണെങ്കിൽ മനസ്സിലാവും, ഓരോരുത്തരും എന്തൊരു പേപ്പർ സ്ലിപ്പ് ഉണ്ടായിരിക്കും, ആ പേപ്പർ സ്ലിപ്പിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് കുത്തും, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ വോട്ടിംഗ് ലിസ്റ്റിനകത്ത് എങ്ങനെ ചെയ്യാറ്, ഒരു മെഷീൻ ഉണ്ടായിരിക്കും, ആ മെഷീനിൽ പോയിട്ട് നമ്മുടെ കറസ്പോണ്ടിങ് പാർട്ടി, ഞാൻ ഏത് പാർട്ടിക്കാണോ വോട്ട് ചെയ്യാൻ പോകുന്നത് ആ മെഷീനിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രസ് ചെയ്യും. അത് പണ്ട് ബാലറ്റ് പേപ്പർ ആയിരുന്നു. ഇപ്പോഴുള്ള മെത്തേഡിൽ എന്താ പറയാ, നവമി പറഞ്ഞ പോലെ EVM എന്ന് പറയും, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ മാറ്റങ്ങളൊക്കെ കുറച്ച് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇലക്ഷൻ കമ്മീഷനെ നോർത്ത് പറവൂര്
കേരളത്തിലെ നോർത്ത് പറവൂരിലാണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 1990-കൾ വരേക്കും ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ ബോഡി ആയിരുന്നു. അതിനുശേഷം 3 ബോഡി ആക്കുന്നത് 1993-ാണ് എന്ത് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് 3 അംഗ ബോഡി ആക്കുന്നത് 1993-ാണ്. പിന്നെ വോട്ടർ ഐ ഡി, നിങ്ങൾ പാരന്റ്സിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വോട്ടർ ഐ ഡി എന്ന് പറഞ്ഞൊരു സാധനമാണ്. അവരുടെ പേര്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെക്കുന്ന ഒരു സംഭവമാണ് വോട്ടർ ഐ ഡി. ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ഇറക്കിയ ഒരു ഇലക്ഷൻ കമ്മീഷണറുടെ പേരാണ് TN ശേഷൻ. നിങ്ങൾ ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ പേര് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സിവിൽ സർവൻസ് ആവാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മോട്ടിവേറ്റ് ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഉള്ളൊരു ലീഡറാണ് TN ശേഷൻ എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണർ. ഇങ്ങരുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ അധികാര സമയത്താണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇത്രയും പവർഫുൾ ആണെന്ന് നേതാക്കന്മാർക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. TN ശേഷൻ വന്നപ്പോൾ പറഞ്ഞു, TN ശേഷന് മുന്നേ ഉണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാർ, അതായത് ഭരിക്കുന്ന ആളുകൾ പറയുന്ന പോലെ തന്നെ ഏകദേശം ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. TN ശേഷൻ അധികാരത്തിലേക്ക് വന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, എന്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഒരു പാർട്ടിക്കാരും വരണ്ടെന്ന് പറഞ്ഞു. പാർട്ടിക്കാരും ഇലക്ഷൻ കമ്മീഷനും കൃത്യമായിട്ട് മാറ്റി നിർത്തി അത്രയും പവർഫുൾ ആണ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള റോൾ എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്തൊരു ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു ആര് TN ശേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് ഈ വോട്ടർ ഐ ഡി എന്ന് പറഞ്ഞൊരു സംഭവം 1993-ാകത്ത് കൊണ്ടുവരുന്നത്. പിന്നെ 1998 സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞ നോർത്ത് പറവൂരിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നു. പിന്നെ 2004 ഇലക്ഷനാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ മുഴുവനായിട്ട് 2004 ജനറൽ ഇലക്ഷൻ ആണ് ഈ ഓൾ ഇന്ത്യ ലെവലിൽ ആദ്യമായിട്ട് EVM ഉപയോഗിക്കുന്നത്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഈ EVM എന്ന് പറയുന്ന സംഭവം തന്നെ അത്യാവശ്യം നമുക്ക് നോക്കാനുള്ള സാധനമാണ്. ഒരു ഇതിനകത്ത് ഇത്രയധികം 64 പേര് കാൻഡിഡേറ്റ്സിന്റെ പേരൊക്കെ പറ്റത്തുള്ളൂ. ഇത്രയും വോട്ടുകളൊക്കെ ഒരെണ്ണത്തിനകത്ത് മാക്സിമം കോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കുറെ കള്ളത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ഇത്ര സത്യം ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. അപ്പൊ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞൊരു ഐഡിയ വരുന്നു. അതായത് നമുക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? അതല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 140 കോടി, അതിനകത്ത് ഒരു 100 കോടിക്ക് മുകളിൽ ആളുകൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ആളുകളും കുത്തുന്ന വോട്ടൊക്കെ തിരിച്ചെണ്ണ ചില സമയത്ത് 1-2 വോട്ടുകൾക്കൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇവർ ജയിക്കുന്നത്. അപ്പൊ ഈ 1-2 വോട്ടുകൾക്ക് ജയിക്കുന്ന സമയത്ത് വീണ്ടും 10-20 ലക്ഷം വോട്ടൊക്കെ വീണ്ടും എണ്ണ, അതായത് 500 കോൺസ്റ്റിറ്റ്യുവൻസി ഇന്ത്യയിലുള്ളത്. അപ്പൊ ഓരോന്നിലും ഏകദേശം 20 ലക്ഷം വോട്ടൊക്കെ വരും. അപ്പോ വീണ്ടും വീണ്ടും ഈ വോട്ടുകൾ എണ്ണാന്നൊക്കെ പറയുന്നത് ശരിക്കും പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്ത്യയിൽ അത്യാവശ്യം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. നമ്മൾ മറ്റ് ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ജനസമൂഹത്തിനെ ഇന്നത്തെ കാലത്ത് എണ്ണി തിട്ടപ്പെടുത്തി ഒരു വോട്ടിംഗ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ഹിമാലയൻ ടാസ്ക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്തിരിക്കുന്ന സാധനം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. പിന്നെ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നതാണ് എന്ത് കാൻഡിഡേറ്റ്സിന്റെ ഡിസ്ക്ലോഷർ. പണ്ട് കാലത്തിന് വിപരീതമായിട്ട് ഇപ്പോ നമുക്ക് ഭരിക്കുന്ന, നമ്മളിപ്പോ മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. മോദി ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, അതായത് ഒരാൾ വിവരാവകാശ നിയമം വെച്ചിട്ട് എന്ത് ചെയ്തു, മോദി പഠിച്ച യൂണിവേഴ്സിറ്റി, ആ സമയത്ത് ആളുടെ കൂടെ പഠിച്ച ആൾക്കാര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതായത് എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതായത് ഇപ്പോ ഒരാള് ഇലക്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആളുടെ എന്തൊക്കെ പറയണം, ആളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, ആളുടെയും ആളുടെ അടുത്ത ബന്ധുക്കളുടെയും ആസ്തി സമ്പത്ത് എന്തോരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ആൾക്ക് വല്ല കേസുകൾ ഉണ്ടായോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ കാൻഡിഡേറ്റ് ആളെ കുറിച്ച് സ്വയം ഡിക്ലെയർ ചെയ്യുന്ന, ഡിസ്ക്ലോസ് ചെയ്യുന്ന സംഭവമൊക്കെ കൊണ്ടുവരുന്നത് 2003-ാണ്. കാൻഡിഡേറ്റ് ഡിസ്ക്ലോഷർ എന്ന് പറയും. ആളുടെ ക്രിമിനൽ റെക്കോർഡ്, അയാളുടെ അസറ്റ്, അയാളുടെ ലയബിലിറ്റി, അതുപോലെ തന്നെ ആളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇവ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, കാൻഡിഡേറ്റ്സ് ഡിക്ലെയർ ചെയ്യണമെന്ന്, ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നത് 2003-ാണ്. പിന്നെ 2013 സമയത്ത് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് എന്ത്, നോട്ട എന്ന് പറയുന്നത്. നോട്ടയുടെ ഫുൾ ഫോം എന്താ, ആരെങ്കിലും കേട്ടോ? നോട്ട എന്ന് പറയുന്ന സാധനം നൺ ഓഫ് ദ എബോ എന്നാണ് എന്ത് നോട്ടയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് മുകളിൽ തന്നിരിക്കുന്ന ആരുമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളിപ്പോ ഒരു
മൂന്ന് കാൻഡിഡേറ്റ്സ് ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. ഈ മൂന്ന് പേർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ എന്ത് ചെയ്യാം, നോട്ടയ്ക്ക് കുത്താം. അതിന്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, നമ്മുടെ ഒരു പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു സംഭവമാണ് നോട്ട എന്ന് പറയുന്നത്. ഈ മൂന്ന് പേരിലും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയുന്നതാണെന്ന് നോട്ട. നോട്ടയ്ക്ക് വോട്ട് കൂടുതൽ കിട്ടിയാലും റീ എലക്ഷൻ ഒന്നുമില്ല, പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെയാണ് പിടിച്ച് നിയമിക്കുക. പക്ഷെ എന്നാലും നമ്മുടെ ഒരു പ്രതിഷേധം അറിയിക്കുക, ഈ മൂന്ന് പേരിലും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, നോട്ട എന്ന് വിളിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോ ചില ഒഫീഷ്യൽ ആയിട്ടുള്ള പാർട്ടിക്കാരുടെ എന്ത് അവരുടെ കാൻഡിഡേറ്റിനൊക്കെ ചിലപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് റിമൂവ് ആയി പോകും. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും, നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്ന പറഞ്ഞ പ്രചാരണത്തെ നയിക്കുന്നത് കാണാറുണ്ട്. അപ്പോ മുകളിലുള്ള ആരെയും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വോട്ട് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, നോട്ട എന്ന് വിളിക്കുന്നത്. ഈ ഒരു സംഭവം വരുന്നത് 2013-14 കാലഘട്ടങ്ങളിലാണ് നോട്ട എന്ന് പറയുന്നത്. നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷനിൽ നോട്ടയുണ്ടോ? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷനിൽ നോട്ട എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കുമോ? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ നമ്മളിപ്പോ ഈ കഴിഞ്ഞ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ നോട്ട എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ വിവി പാറ്റ് എന്ന് പറയും, അടുത്തൊരു ഫോം വന്നതാണെന്ത്, വോട്ടർ വെരിഫൈബിൾ പേപ്പർ ഓഡിറ്റ് അല്ലെങ്കിൽ വോട്ടർ വെരിഫൈബിൾ പേപ്പർ. നമ്മൾ ഈ റീസെന്റ് ആയിട്ട് വീണ്ടും നമ്മൾ ഭയങ്കരമായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു കാര്യമാണെന്ത്, വിവി പാറ്റ് നിർബന്ധമാക്കണം എന്ന് പറയുന്നുണ്ട്. വിവി പാറ്റ് എന്ന് പറഞ്ഞു ബേസിക്കലി ഞാൻ പറഞ്ഞു എന്താണ്, ഇലക്ട്രോണിക് വോട്ട് മെഷീനിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് പ്രസ് ചെയ്യും, അപ്പോൾ അയാളുടെ ഒരു ബീപ്പ് സൗണ്ട് വരും, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടീസ് വോട്ട് ചോരി പറയുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ കോൺഗ്രസിനാണ് കുത്തുന്നതെങ്കിലും BJPക്കാണ് വോട്ട് പോകുന്നത്, LDFിനാണ് കുത്തുന്നതെങ്കിലും കോൺഗ്രസിനാണ് വോട്ട് പോകുന്നത്, അങ്ങനെ കുറെ പാർട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്തൊരു ട്രാൻസ്പാരൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൊണ്ടുവരണം എന്ന് പറയുന്ന കാര്യമാണത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കൂടെ വിവി പാറ്റും കൂടി വരണം. ഈ വിവി പാറ്റ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് കാൻഡിഡേറ്റിന്റെ, നമ്മളിപ്പോ ഞാൻ കോൺഗ്രസിനാണ് കുത്തുന്നതെങ്കിൽ അതിനകത്ത് ചെറിയൊരു സ്ലിപ്പ് വരും. ആ സ്ലിപ്പിനകത്ത് എന്തൊക്കെ വരും, ഞാൻ ആർക്കാണ് കുത്തിയത് അയാളുടെ സീരിയൽ നമ്പർ, ആളുടെ പേര്, ആളുടെ പാർട്ടിയുടെ ചിഹ്നം, ഇത് മൂന്നും ഒരു ചെറിയ പേപ്പർ പോലെ വന്നിട്ട് എന്ത് ചെയ്യും, വേറൊരു ബോക്സിനകത്ത് അത് ഫോൾഡ് ചെയ്യും. അപ്പോ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നാണ്, അതായത് ഞാൻ കുത്തിയ ആൾക്ക് തന്നെയാണോ വോട്ട് രേഖപ്പെടുത്തിയതെന്ന് അറിയാനായിട്ട് ഞാൻ ആ വിവി പാറ്റിനകത്ത് നോക്കിയാൽ മതി. പക്ഷേ ഈ വിവി പാറ്റ് എന്തല്ല, എല്ലാത്തിലും നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. അതായത് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിനകത്ത് അത് എണ്ണണമെന്നുള്ള കാര്യം നിർബന്ധമല്ല. അങ്ങനെ നമ്മൾ മറ്റേ ബാലറ്റ് പേപ്പറിന്റെ സെയിം സെറ്റിലേക്ക്. പക്ഷെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കോൺട്രവേഴ്സികൾ വരാണെങ്കിൽ എന്ത് ചെയ്യും, വിവി പാറ്റ് എണ്ണണം എന്ന് പറയും. ഈ വിവി പാറ്റ് എന്ന് പറഞ്ഞ ഐഡിയ ഒക്കെ വരുന്നത് സോറി ചുമക്കുമ്പോ ഹെഡ്സെറ്റ് വെച്ചവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എന്നാലും സോറി കേട്ടോ. വിവി പാറ്റ് എന്ന് പറഞ്ഞ ഐഡിയ ഒക്കെ വരുന്നത് 2019 കാലഘട്ടങ്ങളിലാണ്. പിന്നെ ഇപ്പോ നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് കേരളത്തിൽ 2 MLA-മാരുടെ പേരിൽ കുറച്ച് കേസുകളൊക്കെ വന്നു. അപ്പൊ അവരെ റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, കേസുകൾ വരുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ MLA, ആന്റണി രാജു എന്ന് പറഞ്ഞൊരു MLA. ആന്റണി രാജുവിന്റെ കേസ് ശരിക്കും തീരുമാനമായി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോ നമുക്ക് നിയമമുണ്ട്, അതായത് ഒരു MLA-നെ അല്ലെങ്കിൽ MP-നെ 2 കൊല്ലത്തിൽ കൂടുതലുള്ള ശിക്ഷകൾക്ക് കോടതി വിധിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ സ്ഥാനം നഷ്ടപ്പെടും. അപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് അങ്ങനെ ഒരു തീരുമാനം കോടതിയുടെ കയ്യിലുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളുടെ സ്ഥാനം നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു വിധിയൊക്കെ വരുന്നത് 2013 കോടതി വിധിക്കുന്നത് 2013. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കേസിനകത്ത് കഴിഞ്ഞ കൊല്ലങ്ങളിലായിട്ട്, കഴിഞ്ഞ കൊല്ലമല്ല അതിന്റെ മുന്നത്തെ കൊല്ലങ്ങളിലായിട്ട് ഇങ്ങനൊരു വിധി കേട്ടു. അതായത് മോദി എന്ന് പറഞ്ഞ പേരിന് ഉദ്ദേശിച്ച് ചെയ്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളിൽ ഗുജറാത്തിലൊരു കോടതി കുറ്റം വിധിക്കുകയും രാഹുൽ ഗാന്ധിനെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ അയോഗ്യതയാക്കുകയും ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ, അതായത് ഒരു MLA-യോ MP-യോ രണ്ടോ കൊല്ലത്തിനധികമോ ഒരു രീതിയിൽ ഏതെങ്കിലും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അയാൾക്ക് അയാളുടെ MLA സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സംഭവം വരും. അത് വരുന്നത് ആ ഒരു വിധി സുപ്രീം കോടതി ഇമ്മീഡിയറ്റ് ആയിട്ട് നഷ്ടപ്പെടും എന്ന് പറഞ്ഞ വിധി വരുന്നത് 2013 സമയത്താണ്. ഓക്കെ. പിന്നെ നമ്മള് കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്തൊക്കെ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയ വേറൊരു സാധനമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത്. അതായത് കാശ് കൊടുക്കാൻ, പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കാശ് കൊടുക്കാനുള്ള സംഭവത്തിനാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത്. അത് പിന്നെ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം അത് എന്ത് ചെയ്യുന്നു, പിൻവലിക്കുന്നുണ്ട്. സോ അതിനകത്തൊരു
ട്രാൻസ്പാരൻസി ഇല്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ട്, അത് പിൻവലിക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് ചെറിയൊരു നമ്പർ ഉണ്ട്, നമുക്ക് അത്ര പെട്ടെന്ന് വിസിബിൾ അല്ലാത്തൊരു നമ്പർ ഉണ്ട്. ആ നമ്പർ വെച്ചിട്ട് ആർക്കൊക്കെയാണ് കാശ് പോയതെന്ന് ഇവർക്ക് അറിയാൻ പറ്റും, സ്പീക്കർക്ക് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള കോൺട്രവേഴ്സികളൊക്കെ വന്നപ്പോൾ സുപ്രീം കോടതി അതിനകത്തൊരു ട്രാൻസ്പാരൻസി ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ പിൻവലിക്കുന്നുണ്ട്. അത് വരുന്നതൊക്കെ 2018 ആ ടൈമിനകത്താണ്. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് 2023-24 സമയത്താണ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു രീതിയിലൊരു ഇത് വന്നു. അതായത് ഒരു പുതിയ ഒരു നിയമം വന്നു ഇലക്ഷൻ കമ്മീഷന്. അത് ഇത്രയും നാളെന്ന് പറഞ്ഞു ഗവൺമെന്റ് പറയുന്ന 3 പേരെ ഇലക്ഷൻ കമ്മീഷൻസ് ആയിട്ട് എടുക്കുകയായിരുന്നു. അപ്പൊ കുറെ നാളായിട്ട് അതിനകത്തൊരു ട്രാൻസ്പാരൻസി ഇല്ലാത്ത കാരണം സുപ്രീം കോടതി പറഞ്ഞു ഇനി ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷനും പ്രൈം മിനിസ്റ്ററും മെമ്പേഴ്സ് ആയിരിക്കും, 3 പേരും കൂടി സജസ്റ്റ് ചെയ്യുന്ന ആളെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷനായിട്ട് തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പാർലമെന്റ് എന്ത് ചെയ്തു, ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിൽ ആരൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്, ആരൊക്കെയായിരുന്ന കമ്മിറ്റിയിൽ 3 പേര്, പാർലമെന്റ് നിയമം പാസാക്കി അതിനകത്ത് 3 പേരുടെ ഒരു കമ്മിറ്റി പറഞ്ഞു. ആരൊക്കെയായിരുന്നു കമ്മിറ്റിയിൽ ആർക്കും അറിയോ? ആരൊക്കെ ചേർന്നൊരു 3 കമ്മിറ്റിയാണ് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ റെക്കമെൻഡ് ചെയ്യുന്നത്? കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും. പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പിന്നെ ഓക്കെ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ പ്രപ്പോസ്ഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഇല്ല. ഓക്കെ, ഞാൻ പറയാം. പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അതായത് ഇപ്പോഴാണെങ്കിൽ നരേന്ദ്രമോദി ഉണ്ടായിരിക്കും, രാഹുൽ ഗാന്ധി ഉണ്ടായിരിക്കും. നരേന്ദ്രമോദി സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ, അങ്ങനെയാണ് പറയുന്നത്. ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുപ്രീം കോടതി പറഞ്ഞ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനത്തിനെ ആക്ട് വന്നപ്പോൾ വെട്ടിയിട്ട് പകരം എന്ത് ചെയ്തു, അതിനകത്ത് പ്രൈം മിനിസ്റ്റർ സജസ്റ്റ് ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ തിരികെ കയറ്റി. അതാണ് ഭയങ്കര കോൺട്രവേഴ്സ്യൽ. അതായത് എങ്ങനെയായാലും ഭരിക്കുന്ന പാർട്ടി പറയുന്ന ആള് തന്നെ വരും. കാരണം 3 പേരിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ആൾക്കാണ് വരുന്നത്. പ്രൈം മിനിസ്റ്ററും ആള് പറയുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററും എന്തായാലും ഒരാൾ തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അയാൾ തന്നെ എന്ത് ചെയ്യും, ഈ ഇലക്ഷൻ കമ്മീഷനായിട്ട് വരും. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഇലക്ഷൻ കമ്മീഷനെ വെച്ച സമയത്തൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ ഈ കമ്മിറ്റിയിൽ ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇവർ കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ഇവരുടെ ഇഷ്ടത്തിനാണ് തീരുമാനിച്ചത്, അത് കാരണം കൊണ്ട് ഈ കമ്മിറ്റി പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു ട്രാൻസ്പാരൻസി ഇല്ല, അല്ലെങ്കിൽ അതിനകത്ത് ഭയങ്കര ബയസ്ഡ് ആണ്. റൂളിംഗ് ഗവൺമെന്റിന് ഉള്ള അധികാരങ്ങൾ പോകുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വന്നിരുന്നു. അപ്പോ അങ്ങനെ ഒരു സംഭവം അത് വന്നത് ഈ 2023-24 കാലഘട്ടത്തിലാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ പുതിയതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കുറെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇറക്കുന്നുണ്ട്. അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നെറ്റ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇറോനെറ്റ് എന്നൊക്കെ പറഞ്ഞത് ഇലക്ട്രോളുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആളുകളെ കാണിച്ചു കൊടുക്കാൻ, പിന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മാൽ പ്രാക്ടീസ് വരാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, അങ്ങനെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോ പുതിയതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ഷൻ റീഫോംസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ഇതിനടുത്ത. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഇന്ത്യയില് പാർട്ടികളെ കുറിച്ച് പറയുമ്പോൾ നാഷണൽ പാർട്ടികൾ എന്ന് പറയും, ദേശീയ പാർട്ടികൾ, സംസ്ഥാന സ്റ്റേറ്റ് പാർട്ടീസ് എന്ന് പറയും, ലോക്കൽ പാർട്ടീസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കും. അപ്പോൾ എന്തിന്റെ ബേസിസിനകത്താണ് ഈ നാഷണൽ പാർട്ടി, ആരാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ എന്തിന്റെ ബേസിസിലാണ് ചില പാർട്ടികൾക്ക് നാഷണൽ പാർട്ടി, ചില പാർട്ടികൾക്ക് സ്റ്റേറ്റ് പാർട്ടി എന്നൊക്കെ റെക്കഗ്നൈസേഷൻ കിട്ടുന്നത്? ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് എടുക്കാനുണ്ട്. പിന്നെ ഒരു മെജോറിറ്റീസ് ഉണ്ടായിരുന്നു, അത് നമുക്ക് എന്തായാലും എടുത്ത് തീരത്തില്ല. ഈ ഒരു ടോപ്പിക് കൂടെ എടുത്തിട്ട് ഞാനൊരു
5-8 ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിനകത്ത് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ നാഷണൽ പാർട്ടീസിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ എക്സാമ്പിൾ. ഇന്ത്യയിൽ 6 ദേശീയ പാർട്ടികളാണുള്ളത്. 6 നാഷണൽ പാർട്ടീസ് ഉണ്ട്. ഇത് ഏതൊക്കെയാണെന്ന് കൃത്യമാർക്കെങ്കിലും അറിയോ? ഓക്കെ, ആം ആദ്മി പാർട്ടി ഉണ്ട്, CPIM ഉണ്ട്. ഓക്കെ, ഗുഡ്. BSP ഉണ്ട്, BJP ഉണ്ട്. കോൺഗ്രസ് ഉണ്ട്, ഒരു പാർട്ടിയും കൂടി. ഓക്കെ, NPP. NPP-നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ശരിക്കും? ഗുഡ്. ഓക്കെ, അങ്ങനെ 6 ഇന്ത്യയിൽ 6 നാഷണൽ പാർട്ടികൾ ഉള്ളത്. അതിനകത്ത് CPM-നെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, കോൺഗ്രസ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, BJP എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ആം ആദ്മി പാർട്ടി ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. BSP എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ബേസ് ചെയ്ത് വന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ നമ്മള് ലോക്സഭ ഇലക്ഷൻസ് ഒക്കെ കാണുകയാണെങ്കിൽ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ കാൻഡിഡേറ്റ്സിനെ നിർത്തുന്ന പാർട്ടി എന്ന് പറയുന്നത് BSP ആയിരിക്കും. അവര് കേരളത്തിലായാലും ഒരുവിധം എല്ലാ മണ്ഡലങ്ങളിലും എന്ത് ചെയ്യും, പാർട്ടിക്കാരെ നിർത്തും. കോൺഗ്രസും BJP-ക്കും കൂടുതൽ ജയിക്കുന്നുണ്ടെങ്കിൽ പോലും അവര് പാർട്ടിക്കാരെ നിർത്തുന്നത് കുറവാണ്. കാരണം അവർക്ക് കുറെ കോയിലേഷൻ സഖ്യകക്ഷികളുള്ള കാര്യമുണ്ട്. സ്വന്തം ചിഹ്നത്തിൽ പാർട്ടിക്കാരെ നിർത്തുന്നത് ഇവരെക്കാളും കുറവായിരിക്കും. പക്ഷെ BSP-ക്ക് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിലും എന്ത് ചെയ്യും, ആളുകൾ നിർത്തും. പിന്നെ NPP, നാഷണൽ പീപ്പിൾ പാർട്ടി. ഇത് നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ വന്നേക്കുന്ന ഒരു പാർട്ടിയാണ്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ വന്നേക്കുന്ന ഒരു പാർട്ടിയാണ് ഈ NPP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു പാർട്ടി, പിന്നെ നമ്മളിപ്പോ ഇവിടെ നമ്മുടെ കേരളത്തിൽ വേറെയും കുറെ പാർട്ടികൾ കേൾക്കും അല്ലെ. CPI എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിലുണ്ട്, കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിലുണ്ട്, പിന്നെ JSD എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ട്. നമ്മൾ തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ DMK ഉണ്ട്, AADMK ഉണ്ട്. ഇപ്പോ അതിന്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ TDS, അതായത് തമിഴ് തെലുങ്കുദേശം പാർട്ടി ഉണ്ട്. അങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട്. അല്ലെങ്കിൽ ഇവിടെ SP ഉണ്ട്, പിന്നെ അങ്ങനെ ശിവസേന എന്ന് പറയുന്ന പാർട്ടിയുണ്ട്, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട്, ബിജു ജനതാദൾ എന്ന് പറഞ്ഞ പാർട്ടി. അപ്പൊ ഒരുപാട് വേറെ പാർട്ടികളുണ്ട്. പക്ഷെ ആ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ 6 പാർട്ടികൾക്ക് എന്തുകൊണ്ടാണ്, ഈ 6 പാർട്ടികൾ നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് ലോക്സഭാ സീറ്റ് ചിലപ്പോൾ ഈ DMK-നേക്കാളൊക്കെ കുറവേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 6 പാർട്ടിക്ക് നമ്മൾ നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞ റെക്കഗ്നൈസേഷൻ കൊടുക്കുന്നത്? അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ്, എന്താണ് ഈ നാഷണൽ പാർട്ടി ആവാനുള്ള ക്വാളിഫിക്കേഷൻ? നാഷണൽ പാർട്ടി ആവാനായിട്ട് മൂന്നാല് മെത്തേഡ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അവരുടെ വോട്ട് ഷെയർ ആണ്. ഒരു പാർട്ടിക്ക് ലോക്സഭ ഇലക്ഷനും 6% വോട്ടും അതുപോലെ തന്നെ 6% വോട്ട് 4 ലോക്സഭാ സീറ്റും കിട്ടും. എന്തൊക്കെയാ പറഞ്ഞ്, 6% വോട്ടും 4 ലോക്സഭാ സീറ്റും കിട്ടുവാണെങ്കിൽ അത് ഒരൊറ്റ സ്ഥലത്ത് നിന്ന് കിട്ടിയാൽ പോരാ, 3-4 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് കിട്ടുവാണെങ്കിൽ, അതിലും കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പാർട്ടിനെ നാഷണൽ പാർട്ടിയായിട്ട് ഡിക്ലെയർ ചെയ്യാം. ഇപ്പോ DMK-ക്ക് എന്ന് പറയുന്ന പാർട്ടിക്ക് ഏകദേശം 30-ന് മുകളിൽ എന്തുണ്ട്, ലോക്സഭാ സീറ്റ് ഉണ്ട്. SP എന്ന് പറയുന്ന പാർട്ടിക്ക് ഏകദേശം 30-നടുത്ത് ലോക്സഭാ സീറ്റ് ഉണ്ട്. പക്ഷെ എന്തല്ല, ഇവരൊന്നും നാഷണൽ പാർട്ടി അല്ല. കാരണം എന്താ, ഇവരുടെ വോട്ട് എന്ന് പറയുന്നത് തമിഴ്നാട്, ഉത്തർപ്രദേശ് ആ സ്ഥലങ്ങളിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കാം. അപ്പൊ അതിന്റെ വിരുദ്ധമായിട്ട് കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്ന് 4 സീറ്റൊക്കെ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ നാഷണൽ പാർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്ന് വേണം ഇത് കിട്ടാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു പാർട്ടിക്ക് 2% ലോക്സഭാ സീറ്റ്, ഇപ്പോഴത്തെ കണ്ടീഷൻ പറയുന്നത് ഏകദേശം 11 ലോക്സഭാ സീറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ നാഷണൽ പാർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. പക്ഷെ അവിടെയും ഇത് തന്നെയാണ് പ്രശ്നം. ഈ 2% സീറ്റ് എന്ന് പറയുന്നത് 3 അതിലധികം സംസ്ഥാനങ്ങളിലായിട്ട് കിട്ടണം. ഒരൊറ്റ സംസ്ഥാനത്ത് നിന്ന് കിട്ടുവാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ DMK-നൊക്കെ നമുക്ക് നാഷണൽ പാർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. പക്ഷെ 2 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 2% ലോക്സഭാ സീറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ദേശീയ പാർട്ടിയായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഏതെങ്കിലും 4 സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടീനെ അവരുടെ സ്റ്റേറ്റ് പാർട്ടിയായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഒരു നാഷണൽ പാർട്ടിയായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും.
അതായത് 4 സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി സ്റ്റേറ്റ് പാർട്ടി ആണെങ്കിൽ അവരെ നാഷണൽ പാർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്യും. അപ്പോ ഒരു പാർട്ടിനെ നാഷണൽ പാർട്ടി ഡിക്ലെയർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കുറെ അഡ്വാൻറ്റേജുകളുണ്ട്. അവരുടെ അഡ്വാൻറ്റേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവർക്ക് എന്തുണ്ടാവും, ഇന്ത്യയിൽ മുഴുവൻ ഏത് സംസ്ഥാനത്ത് ഇലക്ഷൻ പങ്കെടുക്കുമ്പോഴും അവരുടെ ഏത് ചിഹ്നം, അതായത് ഇപ്പോ കേരളത്തില് കോൺഗ്രസ് പങ്കെടുക്കുമ്പോഴായാലും ഡൽഹിയിൽ കോൺഗ്രസ് ഇലക്ഷന് പങ്കെടുക്കുമ്പോഴായാലും നോർത്ത് ഈസ്റ്റ് ഇലക്ഷന് കോൺഗ്രസ് പങ്കെടുക്കുമ്പോഴായാലും അവരുടെ ചിഹ്നം എന്താണ്, കൈപ്പത്തിയാണ്. BJP പറഞ്ഞ പോലെ എവിടെ മത്സരിച്ചാലും അവരുടെ ചിഹ്നം ഏതാണ്, താമരയാണ്. നമ്മുടെ ആം ആദ്മി പാർട്ടി മത്സരിക്കുകയാണെങ്കിൽ അവരുടെ ചിഹ്നം ചൂലാണ്. അല്ലെങ്കിൽ CPM മത്സരിക്കുകയാണെങ്കിൽ അവരുടെ അരിവാൾ ചുറ്റിക നക്ഷത്രമായിരിക്കും. BSP മത്സരിക്കുകയാണെങ്കിൽ അവരുടെ ചിഹ്നം ആനയായിരിക്കും. NPPയുടെ ചിഹ്നം ബുക്കാണെന്ന് തോന്നുന്നു, അവരുടെ ബുക്കായിരിക്കും. അതായത് ഇവർക്ക് എല്ലാവർക്കും ഇവർ ഏത് സംസ്ഥാനത്ത് മത്സരങ്ങൾ പങ്കെടുത്താലും ഒരേ ചിഹ്നത്തിൽ മത്സരിക്കാനായിട്ട് പറ്റും. പിന്നെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എന്ന് പറഞ്ഞൊരു ഏരിയയുണ്ട്. അതായത് ഓൾ ഇന്ത്യ ലെവലിൽ 40 സ്റ്റാർ ക്യാമ്പയിനേഴ്സ്. നമ്മൾ ചില ഇലക്ഷന്റെ സമയത്തേക്ക് ഇന്ന ആളുകളാണ് ഇവരുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ 40 വരെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് നാഷണൽ പാർട്ടികൾക്ക് പറ്റും. ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ യാത്രാ ചെലവൊന്നും ഒരു ഇൻഡിവിജ്വൽ ആളുടെ ചെലവിനകത്ത് കൂട്ടത്തില്ല. ഇപ്പോ ഞാൻ നമ്മുടെ ഏതെങ്കിലും ഒരു വലിയ സിനിമാ താരത്തിനെ ഞാൻ നാഷണൽ പാർട്ടിയാണ് എന്റെ സ്റ്റാർ ക്യാമ്പയിനർ ആയിട്ട് വെച്ച് കഴിഞ്ഞാലും അപ്പോ എന്റെ കാര്യത്തിന് വേണ്ടി അയാൾ വന്നു പറഞ്ഞിട്ട് അയാളുടെ യാത്രാ ചെലവുകളൊക്കെയും എന്റെ വ്യക്തിപരമായ ചെലവിൽ വരില്ല. പക്ഷേ ഇപ്പൊ ഒരാൾ ഇൻഡിവിജ്വൽ ആയിട്ട് മത്സരിക്കുകയാണ്, ഞാനിപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്റെ മണ്ഡലത്തിൽ മത്സരിക്കുന്നു, ഞാൻ എനിക്ക് വേണ്ടി പ്രചാരണം നയിക്കാനായിട്ട് വിജയനെ കൊണ്ടുവരാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, വിജയുടെ യാത്രാ ചെലവ് പോലും വിജയ്ക്ക് കൊടുക്കുന്ന കാശ് പോലും എന്റെ ചെലവിനത്തിന് കൂട്ടിട്ട് വരും. പക്ഷെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ കാര്യത്തിനൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ മീഡിയ ആക്സസ്, നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ പോലുള്ള സംഭവങ്ങളിൽ ഇവർക്ക് കൃത്യമായിട്ടൊരു ടൈം കൊടുത്തിട്ടുണ്ട്. ആ ടൈമുകളിൽ എന്ത് ചെയ്യാം, ഇവർക്ക് ആക്സസ് കിട്ടും. പിന്നെ ഇലക്ട്രോളിലേക്കും ഇവർക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇവർക്ക് അതിന്റെ കോപ്പീസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ഈ പറഞ്ഞ നാഷണൽ പാർട്ടീസിനകത്ത് എല്ലാവർക്കും ഡൽഹിയിൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ്, അതായത് നമ്മുടെ ഇതിനകത്ത് ചെലവിനകത്ത് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് അനുവദിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് എന്ത് നാഷണൽ പാർട്ടീസ് ആയാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നാഷണൽ പാർട്ടീസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. റെക്കഗ്നൈസ് ചെയ്യുന്നത് നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. പണ്ട് CPI എന്ന് പറയുന്നത് നാഷണൽ പാർട്ടി ആയിരുന്നു. പിന്നെ അവര് ചുരുങ്ങി നാഷണൽ പാർട്ടി അല്ലാതായതാണ്. ഈ ആം ആദ്മി പാർട്ടി ഒക്കെ പുതിയതായിട്ട് നാഷണൽ പാർട്ടിയുടെ പദവിയിലേക്ക് വന്നതാണ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷന് പാർട്ടികളെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ പാർട്ടികളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെങ്കിലും റെക്കഗ്നൈസ് ചെയ്യാൻ, അതായത് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഇല്ല എന്ന് പറയാനായിട്ട് ഇലക്ഷൻ കമ്മീഷന് പറ്റത്തില്ല. നാഷണൽ പാർട്ടി അല്ല, സ്റ്റേറ്റ് പാർട്ടി അല്ല, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെങ്കിലും ഇങ്ങനൊരു പാർട്ടി ഇല്ല എന്ന് പറയാനായിട്ട് എന്ത് ചെയ്യില്ല, ഇലക്ഷൻ കമ്മീഷന് പറ്റില്ല. അങ്ങനെയുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷന് ഇല്ല. പിന്നെ ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് മെജോറിറ്റീസ് ആണ്. അത് നടക്കത്തില്ല, അത് നമുക്ക് പിന്നെ എടുക്കാം. ഞാൻ എന്തായാലും അതിന്റെ സ്ലൈഡ് അയച്ചേക്കാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇതുവരെ എടുത്ത കാര്യങ്ങളിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, അല്ലെങ്കിൽ ഞാനൊരു 5 ക്വസ്റ്റ്യൻ ക്വിസ് പോലെ ചോദിക്കും. ക്വിസിനകത്ത് ഏറ്റവും ആദ്യം ചാറ്റ് ബോക്സിനകത്ത് ഉത്തരം ഇടുന്ന 3 പേരായിട്ട്, അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് ഇടുന്ന ആർക്കാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ക്വിസിലെ ഫസ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ് വെച്ചിട്ട് ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? ഇൻ വിച്ച് സ്റ്റേറ്റ് ദ ഫസ്റ്റ് ഇലക്ഷൻ കണ്ടക്ട് ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ്? ഓക്കെ, 2 പേര് ഉത്തരം പറഞ്ഞു. യെസ്, 3 പേര്. ഏഞ്ചൽ, മണിപ്പൂര്. അപ്പോ മണിപ്പൂരാണ് 1948 ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത്. ഓക്കെ, ആദ്യം പറഞ്ഞ പേര് പറഞ്ഞല്ലോ, ഏഞ്ചലിൻ, അഫ്രീൻ, പിന്നെ ജസ്റ്റിനോ. നമുക്ക് നോക്കാം ആദ്യത്തെ 3 പേര്. ആരോൺ, നവമി, പിന്നെ ജെന്നീസ്. ഇനി നെക്സ്റ്റ് ചോദ്യം, ഞാൻ നേരത്തെ വിവി പാറ്റിനെ കുറിച്ച് പറഞ്ഞു. വിവി പാറ്റിനകത്ത് 3 കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. വിവി പാറ്റിനകത്ത് 3 കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ആ 3 കാര്യങ്ങൾ എന്തൊക്കെ?
ആർക്കും ഉത്തരം അറിയില്ല? വി വി പാറ്റിനകത്ത് 3 കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാൻഡിഡേറ്റിന്റെ നെയിം, സൈൻ, പാർട്ടി നെയിം. തെറ്റാണ്. പാർട്ടി നെയിം ഇല്ല ഇത്. ഓക്കെ, സീരിയൽ നമ്പർ. അതായത് കാൻഡിഡേറ്റിന്റെ പേര്, അതുപോലെ കാൻഡിഡേറ്റിന്റെ ചിഹ്നം, അതുപോലെ ആളുടെ സീരിയൽ നമ്പർ. ഈ 3 കാര്യങ്ങളാണ് എന്ത് ഉണ്ടാവുന്നത്? പാർട്ടി സൈൻ. കാൻഡിഡേറ്റിന്റെ നെയിം, സൈൻ, പാർട്ടി സൈൻ. സൈൻ തന്നെയാണ് പാർട്ടി സൈൻ വരുന്നത്. ഓക്കെ. ദ പേഴ്സൺ വോട്ടഡ് വരത്തില്ല. സീരിയൽ നമ്പർ, ആ കാൻഡിഡേറ്റിന്റെ പേര്, അതുപോലെ തന്നെ പാർട്ടിയുടെ ചിഹ്നം. ഈ 3 കാര്യങ്ങളാണ് വരുന്നത് വി വി പാറ്റിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം. ഞാനൊരു ആന്റി ഡിഫെക്ഷൻ ലോവിനെ കുറിച്ച് പറയാം. ഈ ആന്റി ഡിഫെക്ഷൻ ലോ വരുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ്? അതിന്റെ ഷെഡ്യൂൾ ഏതാണ്? ആന്റി ഡിഫെക്ഷൻ ലോ വരുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ്? അതിന്റെ ഷെഡ്യൂൾ ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൂടി പറയാം. എഫ്രൈം. യെസ്, 52ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴി 10ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്യുന്നതാണ് എന്ത്? ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. എന്തിനാണ്? കൂറുമാറ്റ നിരോധനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, 1985 രാജീവ് ഗാന്ധി ഭരിക്കുന്ന സമയത്താണ് ആന്റി ഡിഫെക്ഷൻ ലോ വരുന്നത്. ഓക്കെ, പിന്നെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം, ഇന്ത്യയിൽ എത്ര നാഷണൽ പാർട്ടീസ് ഉണ്ട്? ഓക്കെ, ഇന്ത്യയിൽ 6 നാഷണൽ പാർട്ടീസ് ആണുള്ളത്. BJP, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, BSP, NPP, അതുപോലെ തന്നെ BSP. ഇങ്ങനെ 6 നാഷണൽ പാർട്ടീസ് ആണ് ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്നാലും ചോദ്യം ഇതാണ്: യൂണിവേഴ്സൽ അഡൾട്ട് സഫ്രേജിനെ കുറിച്ച് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ്? ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നില്ല. ഞാൻ ഏകദേശം ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, പക്ഷെ കൃത്യമായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞില്ല. യൂണിവേഴ്സൽ അഡൾട്ട് സഫ്രേജ് എന്ന് പറയുന്ന ഐഡിയ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 14 അല്ല, 326 അല്ല, 326. ഓക്കെ, 326-നകത്താണ് എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ അഡൾട്ട് സഫ്രേജ് പറയുന്നത്. 324-നകത്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഗുഡ്. 324 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്നു. 325 മുതൽ 329 വരെയുള്ള ഭാഗങ്ങളിൽ ബാക്കി ഇലക്ഷന്റെ ഇതുകളെ പറഞ്ഞു. അതിനകത്ത് തന്നെ 326-നകത്ത് യൂണിവേഴ്സൽ അഡൾട്ട് സഫ്രേജിനെ കുറിച്ച് പറയുന്നു. ഇനിയൊരു ചോദ്യം കൂടി, ലാസ്റ്റ് വൺ. 21 വയസ്സായിരുന്നു വോട്ടിംഗ് പ്രായം, 18 വയസ്സിലേക്ക് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആയത്. 326. യെസ്, 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ് ചെയ്യുന്നത്. 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് നമ്മുടെ വോട്ടിംഗ് പ്രായം കുറഞ്ഞു. ഓക്കെ, ഗുഡ്. PPT ഞാൻ ഗ്രൂപ്പിൽ അയക്കാം കേട്ടോ. ഷെയർ ചെയ്യാൻ പറ്റാത്തത് എന്റെ ലാപ്പ് കേടായതുകൊണ്ടാണ്. ഇപ്പൊ വന്നൊരു ഇഷ്യൂ ആണ്. എന്നാലെല്ലാവരും കോർപ്പറേറ്റ് ചെയ്തു. എല്ലാവർക്കും താങ്ക്സ്. ഗുഡ് നൈറ്റ്. താങ്ക് യു.